വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാൻ സുവിശേഷം എന്ന പുസ്തകത്തിന്റെ പഠനത്തിന്റെ 54-ാം ക്ലാസ്സിലേക്കാണ് മാർച്ച് മാസം 4-ാം തീയതി 2025 നാം പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച് നിർത്തിയത് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ആധാരമാക്കിയായിരുന്നു നാം ചിന്തിച്ചത്. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് വിടവാങ്ങൽ പ്രസംഗം നടത്തുന്നതിനെ കുറിച്ചാണ് ഈ 13-ാം അധ്യായം മുതൽ 14, 15, 16, 17 അധ്യായങ്ങൾ യേശുക്രിസ്തുവിന്റെ വിടവാങ്ങൽ പ്രസംഗത്തോട് ബന്ധത്തിലാണെന്നും അത് 3 സന്ദർഭങ്ങളിലാണ് കർത്താവ് അവരോട് സംസാരിച്ചത് എന്നുമാണ് നാം ചിന്തിച്ചത്. മർക്കോസിന്റെ മാളികമുറിയിൽ വെച്ച്, യൂദ എഴുന്നേറ്റ് പോയതിനു ശേഷം യേശുക്രിസ്തു സംസാരിച്ചത്, ശേഷമായി ഒലിവുമലയ്ക്ക് സ്തോത്രം പാടി ചെന്ന ശേഷം ഒലിവുമലയിൽ വെച്ച് സംസാരിച്ചത്, പിന്നീട് കർത്താവ് ഗത്സമന തോട്ടത്തിൽ പ്രവേശിച്ച ശേഷം സംസാരിച്ചത്. ഇങ്ങനെ 3ആയിട്ടാണ് ഈ കർത്താവിന്റെ വിടവാങ്ങൽ പ്രസംഗം പൂർത്തീകരിക്കപ്പെട്ടതിനെ കുറിച്ച് യേശുക്രിസ്തു വളരെ സ്നേഹിച്ച സ്നേഹത്തിന്റെ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തു യേശുവിന്റെ ഗിരിപ്രഭാഷണം പോലെ തന്നെ അതിപ്രസക്തമായ പ്രസംഗമാണ് അല്ലെങ്കിൽ പ്രഭാഷണമാണ് യോഹന്നാൻ സുവിശേഷം 13, 14, 15, 16, 17, 18 അധ്യായങ്ങൾ. ഇതിൽ വളരെ ആഴമേറിയ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഗിരിപ്രഭാഷണം പൊതുവായിട്ടുള്ള സന്ദേശമാണ്. ഇസ്രായേലിനുള്ള ബന്ധത്തെ, യഹൂദന്മാരുടെ ബന്ധത്തിൽ, പൊതുവെ മാനവംശ ലോകത്തുള്ള സംസാരമാണെങ്കിൽ, ഈ കർത്താവിന്റെ അവസാന ദിവസത്തോടടുത്തപ്പോൾ, ശുശ്രൂഷ അവസാനം അടുത്തപ്പോഴുള്ള വിടവാങ്ങൽ പ്രസംഗം അത് ദൈവസഭയോട് ബന്ധപ്പെട്ട് അപ്പോസ്തോലിക പദവിയിൽ എത്തുന്ന പുതിയ നിയമസഭയുടെ ശ്രേഷ്ഠമേറിയ പദവിയിൽ എത്തുന്നവരെ കുറിച്ചുള്ള, തികവ് പ്രാപിക്കുന്നവരെ കുറിച്ചുള്ള സന്ദേശമാണ് ഇതിന്റെ മുഖ്യ സന്ദേശമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നാശയോഗ്യനായ യൂദ എഴുന്നേറ്റ് പോയതിനു ശേഷം കർത്താവ് അവരോട് സംസാരിച്ചിരിക്കുന്ന മാർമികമായ വിഷയങ്ങളെ കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം തുടർന്ന് ചിന്തിക്കുന്നത് 14-ാം അധ്യായം അതിന്റെ 15 മുതലുള്ള വാക്യങ്ങളാണ്. 12-ാമത്തെ വാക്യം കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു. കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരിക്കലും യേശുക്രിസ്തു ചെയ്തതിനെ കടത്തിവെട്ടി ചെയ്യാൻ ആരെക്കൊണ്ടും കഴിയത്തില്ല. ക്രിസ്തുയേശു ചെയ്ത പ്രവൃത്തിക്ക് മീതെ ആർക്കും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളതിനെ ഇന്നലെ നമ്മൾ ചിന്തിപ്പാനിടയാത്തതാണ്. കർത്താവ് ചെയ്തതെല്ലാം കൂടി എഴുതിയാൽ ഈ ലോകത്തിൽ തന്നെ ഒതുങ്ങിയില്ല എന്നാണ് ഈ യോഹന്നാൻ സുവിശേഷത്തിന്റെ അവസാന അധ്യായത്തിൽ രേഖപ്പെടുത്തി. യേശു ചെയ്ത് മറ്റു പലതുമുണ്ട്, അതെല്ലാം വിവരിച്ചെഴുതിയിട്ടില്ല. അതെല്ലാം എഴുതിയാൽ അങ്ങനെ എഴുതുന്ന പുസ്തകം ലോകത്തിൽ തന്നെ ഒതുങ്ങിയില്ല എന്നാണ് നിരൂപിക്കുന്നതാണ് ഇതിന്റെ ഈ പുസ്തക ഗ്രന്ഥരചനയായിരിക്കുന്ന യോഹന്നാൻ രേഖപ്പെടുത്തിയത്, അവസാനിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുയേശു ചെയ്തതിനപ്പുറമായിട്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പിന്നെ എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചിരുന്നു. യേശുവിനെ തന്റെ പിതാവാം ദൈവം ലോകത്തിലേക്ക് അയച്ചപ്പോൾ ഇസ്രായേലിന്റെ അതിർത്തികളിൽ, ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കാണ് അവരെ അയച്ചത്. അതിനപ്പുറമായിട്ടുള്ള അതിർത്തിയിലേക്ക് യേശു കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവ് പ്രാപിച്ച ശേഷമായി നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ലോകത്തിന്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ ക്രിസ്തു യേശു ചെയ്യാതിരുന്ന കാര്യം, അവൻ ലോകത്തിന്റെ അറ്റത്തോളം പോയി ജഡത്തിൽ ലോകത്തിൽ വന്നപ്പോൾ സുവിശേഷം അറിയിച്ചില്ല. എന്നാൽ ആ ദൗത്യം ദൈവമക്കളാകുന്ന അവന്റെ സഭയ്ക്ക് ദൈവം നൽകി. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ച ശേഷമായി പൗലോസ്, പത്രോസ്, അങ്ങനെ കർത്താവിന്റെ ശിഷ്യന്മാരൊക്കെയും വിവിധ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ച് സുവിശേഷം വ്യാപിപ്പിക്കുകയും ദൈവസഭകൾ സ്ഥാപിതമാക്കി തീരുകയും ചെയ്തു എന്നുള്ളത് ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. റോമർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞ സർവ്വലോകത്തിൽ വന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി എന്നാണ് പറഞ്ഞത്. അപ്പോൾ സർവ്വലോകത്തിലേക്കും വ്യാപരിച്ചു. എന്നാൽ യേശുക്രിസ്തു ജഡത്തിൽ വന്നപ്പോൾ അവൻ പിതാവ് പറഞ്ഞ അതിന്റെ ആ വചനപ്രകാരം ഇസ്രായേലിന്റെ ടെറിട്ടറി വിട്ട്, അഥവാ യെരൂശലേം, യഹൂദ, ശമരിയ പ്രദേശങ്ങൾ ഒഴികെ കർത്താവ് മറ്റൊരു സ്ഥലത്തേക്കും പോയില്ല. അവൻ ചെറുപ്രായത്തിൽ, അവനെ ജനിച്ച സമയത്ത് മിസ്രൈമിലേക്ക് അവന്റെ മാതാപിതാക്കൾ കൊണ്ടുപോയെങ്കിലും അത് മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ മടക്കി തിരിച്ചു വിളിച്ചു എന്ന വചനം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അവിടേക്ക് ഓടിപ്പോയത്, മടക്കി വരുത്തി. അതല്ലാതെ യേശുക്രിസ്തു പ്രായപൂർത്തിയായ ശേഷമായി, ശുശ്രൂഷ ഏറ്റതിനു ശേഷമായി ക്രിസ്തു യേശു ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ല എന്നുള്ളതൊരു വ്യക്തമാണ്. അത് വളരെ വ്യക്തമാണ്. ചിലർ പറയുന്ന പോലെ
യേശു ഇന്ത്യയിൽ വന്ന് പഠിച്ചു എന്നൊക്കെ പറയുന്ന പലരും ഉണ്ട്. യേശുവിന്റെ കല്ലറ അവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ള പലവിധമായ തെറ്റിദ്ധാരണകളും പഠിപ്പിക്കലുകളും ഊഹാഭോഗ കഥകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ ദൈവം വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് കർത്താവായ യേശു 12 വയസ്സ് വരെ ദേവാലയത്തിൽ പോകുന്നെങ്കിൽ 14 വയസ്സിൽ മടങ്ങി വന്ന തന്റെ മാതാപിതാക്കൾക്ക് നസ്രയത്തിൽ കീഴ്പ്പെട്ടിരുന്ന് 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ സ്നാനമേറ്റ് ശുശ്രൂഷ സ്വീകരിക്കുകയും പിതാവ് പറഞ്ഞിരുന്ന സ്ഥലങ്ങളിൽ മാത്രം സഞ്ചരിച്ച് 33.5 വയസ്സിൽ കർത്താവ് തന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ദൈവം പഠിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. എന്നാൽ ദൈവത്തെ യഥാർത്ഥമായി ഗ്രഹിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്തവർ ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളെ എടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് പലതും ചെയ്യാറുണ്ട്. പക്ഷെ അതല്ല അതിന്റെ യാഥാർത്ഥ്യം. ദൈവത്തെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് 12 വയസ്സ് വരെ 30 വയസ്സ് വരെ എവിടെയായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. കർത്താവ് നസ്രയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ലൂക്കോസ് സുവിശേഷത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതേക്കുറിച്ച് സംശയമൊന്നുമില്ല. എന്നാൽ പലർക്കും തെറ്റിദ്ധാരണകളും അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് അവര് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മൾ പഠിപ്പിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ കർത്താവ് ചെയ്ത പ്രവൃത്തിയേക്കാൾ വെല്ലുന്ന പ്രവൃത്തി, അതിനെ കടത്തി വെട്ടുന്ന പ്രവൃത്തി ആർക്കും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ യേശു ചെയ്യാതിരുന്നതും എന്നാൽ ദൈവസഭയിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും ഇതാണ്. കർത്താവ് ആ സുവിശേഷം, ആ ഗുഡ് ന്യൂസ് എല്ലാ ജാതികളിലേക്കും വംശങ്ങളിലേക്കും എത്തിക്കുവാൻ വേണ്ടി കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. അതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാട്ടിടയായിരുന്നു. തുടർന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ 13 മുതലുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ഇവിടെ ആരോട് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ അപേക്ഷിക്കണം എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം എന്ന് പറഞ്ഞ ബോർഡൊക്കെ എഴുതി വെക്കാറുണ്ട്. കാരണം പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ, പല ദേശങ്ങളിൽ പോകുമ്പോൾ, പലതിൻ്റെ സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഭണ്ണാരപ്പെട്ടിയൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് പല സ്ഥലങ്ങൾ എഴുതി വെക്കാറുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഇന്ന ആളുടെ പേര് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ദൈവം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, അങ്ങനെയുള്ളവരോടല്ല അപേക്ഷിക്കേണ്ടത്. കർത്താവ് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടത് ഞാൻ ചെയ്തു തരും. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പേരിൽ അല്ല അപേക്ഷിക്കേണ്ടത്. സകല പ്രാർത്ഥനകളും യാചനകളും അപേക്ഷയും യേശുക്രിസ്തുവിന്റെ നാമത്തിലായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ പറയാൻ നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിച്ച് നോക്കുകയും എൻ്റെ പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ ഞാൻ ചെയ്തു തരും. എന്നിട്ട് തുടർന്ന് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നൊക്കെയും ഞാൻ ചെയ്തു തരും. ഇവിടെ പറയും, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. രണ്ടാമത്തെ വാക്യം പറഞ്ഞ ഒന്ന് തന്നെയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നൊക്കെയും ഞാൻ ചെയ്തു തരും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരേ സ്റ്റേറ്റ്മെന്റ് ആണ്. പിതാവും പുത്രനും ഒന്നാകുന്നു എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ 13ഉം 14ഉം ഒരുപോലുള്ള കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടത് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നൊക്കെയും ഞാൻ ചെയ്തു തരും. ഇവിടെ അതിന്റെ അർത്ഥം പിതാവ് പുത്രനും ഒന്നാണ്, ഐക്യതയിലാണ്, വ്യത്യാസമില്ല, അവിടെ സമത്വത്തിലാണെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് അങ്ങനെ 14-ാമത്തെയും 13-14 വാക്യങ്ങൾ പറയുന്നത്. ഇനി അതിന്റെ വളരെ കൃത്യമായിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ചു. എന്നാൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന അന്ന് പഠിപ്പിച്ചപ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പീനെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് സഭയോടുള്ള ബന്ധത്തിലല്ല പറഞ്ഞത്. സഭയോടുള്ള ബന്ധത്തിലുള്ള പ്രാർത്ഥന അല്ലത്. ഇന്ന് പലരും അത് സ്വർഗസ്ഥാനങ്ങളുടെ പലരും പറയാറുണ്ട്, ബന്ധുക്കൂസ് സമൂഹം ദൈവമക്കൾ ആ പ്രാർത്ഥന ചൊല്ലുന്നില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ അത് ആ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ പഠിക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്ന ആ പ്രാർത്ഥന അത് യഹൂദന്മാരുള്ള ബന്ധത്തിൽ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥാനികളുടെ പിതാവ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ആ പ്രാർത്ഥന പൊതുവായിട്ട് കർത്താവ്, ഞാൻ പറഞ്ഞല്ലോ, ഗിരിപ്രഭാഷത്തോട് ബന്ധത്തിൽ പറഞ്ഞ പ്രാർത്ഥനയാണ്. അവിടെ അതിൻ്റെ അകത്ത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിപ്പാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ വളരെ വ്യക്തമായി അതൊരു ഫോർമാറ്റാണ് പ്രാർത്ഥനയുടെ കാര്യം. ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നൊക്കെ പറയുമ്പോൾ അത് അന്ന് വരെ നിലനിന്നിരുന്ന ആ പ്രമാണത്തോടുള്ള ബന്ധത്തിലുള്ള, അങ്ങനെയല്ല നമ്മുടെ പാപങ്ങളെ ദൈവം ക്ഷമിക്കുന്നത്. പുതിയ നിയമത്തിന്റെ ദൈവമക്കളുടെ എൻ്റെ പാപം ക്ഷമിച്ചത് ഞാൻ എൻ്റെ കടക്കാരോട് ക്ഷമിച്ചതുകൊണ്ടല്ല. അങ്ങനെയല്ല കർത്താവിന്റെ പാപങ്ങളെ ക്ഷമിച്ചത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു രീതിയാണ് അന്ന് വരെ അതിന്റെ പ്രവൃത്തി ചെയ്യുന്നവൻ അതിനാൽ രക്ഷിക്കപ്പെടുമെന്നാണ് ന്യായപ്രമാണത്തിന്റെ നീതി. ന്യായപ്രമാണത്തിന്റെ നീതിശാസ്ത്രം അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നാണ്. എന്നാൽ പുതിയ നിയമത്തിന്റെ ന്യായശാസ്ത്രം അത് ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവർ പ്രവൃത്തി കൂടാതെ രക്ഷിക്കപ്പെടുന്നുള്ളതാണ്.
വ്യത്യാസം അതാണ്. ആ ന്യായപ്രമാണത്തിന്റെ ന്യായശാസ്ത്രമുണ്ട്, പുതിയ നിയമത്തിന്റെ ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിന്റെ പ്രമാണത്തിന്റെ ന്യായശാസ്ത്രവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ചെയ്യുന്നത് അതിനാൽ ജീവിക്കുമെന്ന് ന്യായപ്രമാണം ചെയ്യുമ്പോൾ അങ്ങനെ ആർക്കും തികവ് പ്രാപിക്കാൻ കഴിയത്തില്ല. ഇപ്പൊ ന്യായപ്രമാണം പ്രാപിച്ച മോശ പോലും പരാജയപ്പെട്ടു. അഗ്നിമയമായ ആ സ്ഥലത്ത് അഗ്നിമയ പ്രമാണം ദൂതന്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയ ആ മോശ, നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രമാണം ഏറ്റുവാങ്ങി പഠിപ്പിച്ചു. പക്ഷേ അവസാനം കനാൻ ദേശം കടക്കാൻ കഴിയാത്ത വിധത്തിൽ അവൻ ദൈവം കാണിച്ച ദേശം പർവ്വത്തിൽ നിന്ന് കണ്ടിട്ട് മരിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആർക്കും തന്നെ ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. ഒരു വ്യക്തി പോലും താൻ ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഏതെങ്കിലും 100 കാര്യങ്ങൾ ചെയ്തിട്ട് ഒരെണ്ണത്തിൽ തെറ്റിയാൽ മുഴുവൻ തെറ്റിപ്പോയി. അതാണ് ന്യായപ്രമാണത്തിന്റെ പ്രമാണം. എന്നാൽ പുതിയ നിയമത്തിന്റെ പ്രമാണം പ്രവർത്തിക്കേണ്ടെന്നല്ല, നാം നീതീകരിക്കപ്പെട്ടത് പ്രവർത്തികളാലല്ല, നാം നീതീകരിക്കപ്പെട്ടത് ക്രിസ്തു യേശുവിൽ നാം അവന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുക. എന്താണ് വിശ്വാസം? വിശ്വാസം പ്രവൃത്തിയില്ലാത്തതല്ല, വിശ്വാസം പ്രവൃത്തിയുള്ളതാണ്. പക്ഷേ ആ പ്രവൃത്തി യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയിലാണ് നാം വിശ്വസിക്കുന്നത്. യേശുക്രിസ്തു പ്രവർത്തിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അവൻ വന്ന് മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അവൻ അടക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ, ഉയർക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ പ്രസംഗം മൃതമാണ്, നമ്മുടെ വിശ്വാസം മൃതമാണ്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് ക്രിസ്തു യേശുവിനും മാത്രമേ പാപത്തിന് പരിഹാരമായി തീരുവാൻ കഴിയത്തുള്ളൂ. അവന്റെ യാഗത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്, അവനോട് അപേക്ഷിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പാപങ്ങൾ പരിഹരിക്കുക. അതുകൊണ്ട് പ്രവൃത്തിയില്ലാത്തല്ല വിശ്വാസം. പ്രവൃത്തി നമ്മുടെ പ്രവൃത്തിയല്ല, ക്രിസ്തു യേശുവിന്റെ പ്രവൃത്തി മുഖാന്തരം അതിൽ ഞാൻ വിശ്വസിച്ചത് കൊണ്ട് ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടു, ഞാൻ നീതീകരിക്കപ്പെട്ടു. പിന്നീട് നാം സൽപ്രവർത്തികൾ ചെയ്യുന്നവരാകണം. അതാണ് പുതിയ നിയമത്തിന്റെ നീതിശാസ്ത്രം. അതല്ലാതെ പ്രവൃത്തികൾ ചെയ്ത് നീതീകരിക്കപ്പെടാൻ കഴിയത്തുന്ന അനേകര് ഓടി നടക്കുന്നത് അവരുടെ പ്രവൃത്തിയോട് നീതീകരിക്കപ്പെടാമെന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല നീതീകരണം എന്നുള്ളത്. വിശ്വാസമുള്ള നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ ത്രൂ ഫെയ്ത്ത്, അത് അടിസ്ഥാന പ്രമാണമാണ്. അത് ദൈവം തന്നിരിക്കുന്ന ആ പ്രമാണത്തെ നമുക്ക് കാണാൻ സാധിക്കുന്ന AD 324 കൂടി ദൈവസഭയുടെ ടീച്ചിങ്ങിനെ അടിത്തറയെ മറിച്ചിട്ട് കളഞ്ഞുകൊണ്ട്, വിശ്വാസം കൂടാതെ, മാനസാന്തരം കൂടാതെ, രാജഭക്തി മുഖാന്തരമായി രാജാവ് വിശ്വാസി വന്നപ്പോൾ അവന്റെ പിന്നാലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അവനെ പിന്തുടർന്ന അനേകര് വിശ്വാസത്തിലേക്ക് വന്നു. അന്ന് വരെ കഷ്ടമനുഭവിച്ച സഭ രാജകീയ മതമായി മാറിയപ്പോൾ വന്നുകൂടിയ തെറ്റായിട്ടുള്ള പ്രവണതകളാണ് ഇന്നും ലോകത്തിൽ പല നാമധേയ സഭകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവര് പറയും ഞങ്ങളാണ് ഇതിനകത്തെല്ലാം തികവുള്ളവർ, ഞങ്ങളുടെ കണക്ക് കൃത്യമായിട്ടുള്ളതെന്ന് പറയും. അതുകൊണ്ടാണ് വെടിക്കെട്ടും ഓരോ ജാതിക ദേശത്തിന്റെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അവർ എടുക്കാൻ തുടങ്ങി. നമുക്കറിയാമല്ലോ, പുതിയ നിയമത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ദൈവസഭ സ്ഥാപിതമാക്കപ്പെട്ടപ്പോൾ അവിടെ അങ്ങനെയുള്ള മധുഭയോ അങ്ങനെ അച്ഛന്മാര് അല്ലെങ്കിൽ പൗരോഹിത്യ ശുശ്രൂഷകൾ, പൗരോഹിത്യ ഒന്നും തന്നെ ഇല്ലായിരുന്നു, ആൾക്കാരി ഇല്ലായിരുന്നു, കുർബാന അങ്ങനെ സ്ഥാപിച്ചിട്ടില്ല. അങ്ങനെയൊന്നും കർത്താവ് കാണിച്ചത് എല്ലാവരും കൂടി ഇരുന്ന് അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി എടുത്തു കൊടുക്കുക. അതല്ലാതെ ഈ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല, ആഘോഷപരമായിട്ട് ഇതൊന്നും അല്ല നടത്തിയത്. ഇങ്ങനെ ഈ വണ്ണം ചെയ്യുമെന്ന് കർത്താവ് കാണിച്ചെന്ന മാതൃകയാണ് വേർപെട്ട സഭ ചെയ്തു പോരുന്നത്. കർത്താവ് കാണിച്ചിരിക്കുന്ന മാതൃക അതുപോലെ തന്നെ വേർപെട്ട സഭ നമ്മളത് നടത്തിപ്പോരുന്നത്. പിന്നെ നമ്മുടെ അകത്ത് കുറവുണ്ടോ കുറ്റമുണ്ടോ എന്നുള്ളതൊന്നും അത് വിഷയമാക്കേണ്ട ആവശ്യമില്ല. അത് ദൈവമാണ് നോക്കേണ്ടത്, അല്ല ദൈവം നമ്മളോട് തീർത്തോളും. ഞാൻ തെറ്റ് ചെയ്താൽ ഞാൻ ശിക്ഷിക്കപ്പെടും. പക്ഷേ ഞാൻ നിൽക്കുന്ന അടിസ്ഥാന ഉപദേശത്തിലായതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഇത് വേർപെട്ട് നമ്മൾ മറ്റൊന്ന് വന്നതിന് കാരണം ഇത് ദൈവസഭ അടിസ്ഥാനമുള്ളതാണ്, ദൈവം പറഞ്ഞിരിക്കുന്നതായതുകൊണ്ടാണ് നിൽക്കുന്നത്. അതിനകത്ത് XYZ നമ്മളത് ആരെയും നോക്കേണ്ട ആവശ്യമില്ല. ഒരുത്തന്റെ യജമാനന്റെ ദാസനെ നോക്കാൻ എൻ്റെ ദാസന്മാരായിട്ട് ആരുമില്ല, എല്ലാവരും ദൈവത്തിന്റെ ദാസന്മാരാ. അപ്പോൾ ഞാൻ തെറ്റ് ചെയ്താൽ എന്നെ ശിക്ഷിക്കേണ്ടത് എൻ്റെ യജമാനനാ, അവൻ ചെയ്തോളും. എന്നാൽ നാം യഥാർത്ഥമായ ആ ഇടയന്റെ കൂട്ടത്തിലായിരിക്കണം എന്നുള്ളതാണ് ഈ സന്ദേശം പഠിക്കുക. അതുകൊണ്ടാണ് വേർപെട്ട് ദൈവമക്കൾ ആരാധിക്കും, ദൈവവിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ആരോട് അപേക്ഷിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായി കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തന്നെ അത് ഒന്നുകൂടി കർത്താവ് വളരെ വ്യക്തമാക്കി തന്നു. 15-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. നമ്മുടെ പ്രാർത്ഥന എന്തുകൊണ്ട് നാം സ്വർഗ്ഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലുന്നില്ല എന്ന് ചോദിച്ചാൽ അത് അങ്ങനെ അല്ല ദൈവം പറഞ്ഞത്, അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിക്കുക. എന്നാൽ അതിന്റെ കണ്ടൻസ് എല്ലാം ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതാണ്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ബന്ധത്തിൽ ദൈവരാജ്യവും ദൈവസഭയും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവരാജ്യത്തിനകത്ത് പഴയ നിമിഷന്മാരെല്ലാം ഉൾപ്പെടും. ദൈവരാജ്യത്തിനകത്ത് പഴയ നിമിഷന്മാർ ഉൾപ്പെടും. കർത്താവിന്റെ വരവെങ്കിൽ ചേർക്കപ്പെടുന്ന കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ അവർ ഉൾപ്പെടും. അങ്ങനെ ദൈവരാജ്യത്തിൽ ഉൾപ്പെടും. എന്നാൽ ദൈവസഭയ്ക്കകത്ത് ദൈവസഭ ദൈവരാജ്യത്തിലുള്ളതാണ്, എന്നാൽ ദൈവരാജ്യത്തിലുള്ള എല്ലാവരും ദൈവസഭയ്ക്കുള്ളതല്ല.
ദൈവസഭ, പുതിയ നിയമസഭ എന്നുള്ളത് ദൈവരാജ്യത്തിലുള്ളതാണ്. എന്നാൽ ദൈവസഭയ്ക്കകത്തുള്ളതല്ല ദൈവരാജ്യത്തിലുള്ള എല്ലാവരും. അബ്രഹാം ഒന്നും ദൈവസഭയുടെ ഉള്ളിൽ വരുന്നില്ല, അവര് ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാണ്. അപ്പോൾ അത് കർത്താവ് പഠിപ്പിച്ച ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിലുള്ള പ്രാർത്ഥനയെ പഠിപ്പിച്ചത്. എന്നാൽ പുതിയ നിയമത്തിലെ പ്രാർത്ഥന, ദൈവമക്കൾക്ക് ദൈവസഭയ്ക്ക് തന്നിരിക്കുന്ന പ്രാർത്ഥന, അത് വ്യക്തമാക്കി കർത്താവ് പറഞ്ഞു, എന്റെ നാമത്തിൽ അപേക്ഷിപ്പീൻ. 15-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. ഇനിയും ചിലർക്ക് ഇങ്ങനെയുള്ള പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. എന്തുകൊണ്ടാണ് വേർപെട്ട ദൈവമക്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ദൈവസഭയുടെ അംഗങ്ങളായതുകൊണ്ടാണ് ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുന്നത്. അതിന്റെ കണ്ടന്റ് ശരിയാണ്, അത് വേണം, അതിന് നമ്മൾ എതിർക്കുന്നില്ല, അത് വേണം. പക്ഷെ ഇസ്രായേൽ ഇന്നും നിൽക്കുന്നത് അവരുടെ പ്രവൃത്തി മുഖാന്തരം നിന്നുകൂടെ. അവർ ഇന്നുവരെയും യേശുവിനെ അംഗീകരിച്ചിട്ടില്ല. അവര് ഇതുവരെയും അവർ യേശുവിനെ അംഗീകരിക്കുന്നത് കർത്താവിന്റെ 2ാമത്തെ വരവ് വരെയുള്ളൂ. അപ്പൊ അവരോടുള്ള ബന്ധത്തിൽ, ദൈവരാജ്യത്തുള്ള ബന്ധത്തിൽ ആ പ്രാർത്ഥന കൃത്യമാണ്. പക്ഷേ നമ്മളെ വേർതിരിച്ചുകൊണ്ടാണ് നമുക്ക് ആ പ്രാർത്ഥനയല്ല കർത്താവ് പഠിപ്പിച്ച ഒന്ന് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. 14-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം, സന്ദർഭങ്ങളോട് ബന്ധത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ഇരിക്കുന്ന മരുന്നെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്, എല്ലാം മനുഷ്യന് വേണ്ടിയുള്ള മരുന്നാണ്. അവിടെ ചെന്നിട്ട് രോഗമറിയാതെ ശരിയായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കാണുന്ന മരുന്നെല്ലാം വാങ്ങിച്ചു കഴിച്ചാൽ ഗുണത്തേക്കാളൊക്കെ ദോഷം വരികയുള്ളൂ. അപ്പൊ ദൈവത്തിൽ ഇരിക്കുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് എല്ലാം. പക്ഷേ ഏത് മനുഷ്യർക്ക് വേണ്ടി ഏത് സമയത്ത് എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ളത് അതിന്റെ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല, അത് തെറ്റായ രീതിയിൽ. അതുകൊണ്ടാണ് ഇത് യഥാർത്ഥമായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ ആ പഠനത്തിനനുസരിച്ചുള്ള കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. ഇപ്പം മനസ്സിലായാലും എന്തുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ച ആ പ്രാർത്ഥന ഇവണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അന്ന് പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം, യോഹന്നാന്റെ സുവിശേഷം വ്യക്തമായി പഠിപ്പിക്കുന്നു, ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവിനെ എന്നോട് അപേക്ഷിപ്പിക്കും, ഇങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് പറഞ്ഞിട്ട് 15-ാം അധ്യായം അതിന്റെ വ്യക്തമായി 16-ാം വാക്യത്തിൽ പറയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു വന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അപ്പോൾ ഇവിടെ പറയാണ്, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നൊക്കെയും അവൻ നിങ്ങൾക്ക് തരുക. അപ്പൊ സ്വർഗ്ഗസ്ഥാനിയുടെ പിതാവ് എന്ന പ്രാർത്ഥിച്ചത് യേശുവിന്റെ നാമം വരുന്നില്ല. എന്നാൽ പുതിയ നിമിത്തം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് ഏത് ലെറ്ററും എങ്ങനെ എഴുതുമ്പോൾ നമുക്കറിയാൻ ഫോർമാറ്റൊക്കെ ഉണ്ട്. ആ രീതി വിട്ടുപോകാൻ പാടില്ല. പ്രാർത്ഥന ഒരു ഏത് കാര്യത്തിന് അതിൻ്റെതായ ഒരു കണ്ടന്റ്, ഒരു ലെറ്റർ ഒരു അധികാരികൾക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും അയക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഫോർമാറ്റ്, നമുക്ക് എങ്ങനെയെങ്കിലും കൂട്ടുകാർക്ക് എഴുതുന്ന പോലെ എഴുതെഴുതാൻ പറ്റത്തില്ല, അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ദൈവം പ്രാർത്ഥന ചെയ്യുന്നത് ആരോട് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, ആരുടെ നാമത്തിൽ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചു. അല്ലാതെ നമ്മൾ എന്നും പറയുന്ന ഒരു കാര്യങ്ങൾ തന്നെ ചൊല്ലുകയല്ല ചെയ്യേണ്ടത്. കർത്താവ് നമ്മളെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ സ്വർഗ്ഗസ്നായ പിതാവിനോട്, പിതാവാൻ ദൈവത്തോട്, നമുക്കതിനെ അഡ്രസ് ചെയ്യുന്നതിന് ബൈബിൾ പറയിക്കുന്ന ഏത് പേരും നമുക്ക് പറയാം. പിന്നെ ദൈവത്തെ ഓർത്ത് ഡാഡി മമ്മി എന്നൊക്കെ വിളിക്കാതിരിക്കാൻ നല്ലത്. ചിലരൊക്കെ ഡാഡി എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് അത് അവർ പ്രാർത്ഥിച്ചോട്ടെ. അങ്ങനെ എനിക്കറിയത്തില്ല, അവർ ഇംഗ്ലീഷുകാർ പോലും അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ചിലരങ്ങ് ഭയങ്കര വലിയത് കേട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഡാഡി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥന. എനിക്കതിനോട് താല്പര്യമില്ല. അപ്പോൾ ബൈബിളിലുള്ള വചനത്തിനനുസരിച്ച് പരിശുദ്ധ പിതാവ് എന്നോ സ്വർഗ്ഗസ്നായ പിതാവ് എന്നോ എൻ്റെ ദൈവമേ എന്നോ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് അഡ്രസ് ചെയ്യാം, പിതാവിനെ നമുക്ക് അഡ്രസ് ചെയ്യാം. ആ രീതിയിൽ അഡ്രസ് ചെയ്യുന്നതാണ് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. എന്നിട്ട് പരിശുദ്ധാത്മാവിൽ നാം നമ്മുടെ ആവശ്യങ്ങളെ ആദ്യം ദൈവത്തെ സ്തോത്രം, നമ്മൾ പരിശുദ്ധാത്മാവിൽ നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കണം. അതാണ് അതിനുശേഷമായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥന അവസാനിപ്പിക്കണം. ഇതാണ് പ്രാർത്ഥനയുടെ കണ്ടന്റ്, ഇതാണ് പ്രാർത്ഥനയുടെ ഫോർമാറ്റ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളത് ഇതാണ് നമ്മൾ ചെയ്തു പോരുന്നത്. നമ്മുടെ സമയത്തനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ നമ്മൾ എല്ലായിടത്തും കൂടി വരുമ്പോൾ സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലാറില്ല. കാരണം അത് ഞാൻ പറഞ്ഞ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രാർത്ഥനയാണ്, അത് ദൈവസഭയ്ക്കുള്ള പ്രാർത്ഥനയല്ല. അതിന് എവിടെയെങ്കിലും വായിക്കുകയോ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷേ ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. ദൈവസഭയും ദൈവരാജ്യം തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവരാജ്യത്തിലാണ് ദൈവസഭയെങ്കിലും ദൈവസഭയിൽ ഉള്ളതല്ല, ദൈവരാജ്യത്തിലാണ് ദൈവസഭ ഉള്ളത്. എന്നാൽ ദൈവസഭയിലുള്ളവരെല്ലാവരും ദൈവരാജ്യത്തിലുള്ളവരല്ല. കാരണം അബ്രഹാം ഉൾപ്പെടെയുള്ള കർത്താവ് പറഞ്ഞു ദൈവരാജ്യത്തിൽ പന്തികരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ആ കൂടി വരുന്ന എല്ലാ വിശുദ്ധന്മാരും അന്നുണ്ടാകും, പഴയ വിശുദ്ധന്മാരുണ്ടാകും. അതോടൊപ്പം തന്നെ ദൈവസഭയിലെ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരും പന്തിക്കിരിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് എല്ലാവരും, കല്യാണം ശ്രദ്ധിക്കാത്ത എല്ലാവരുമുണ്ട്. അതാണ് കർത്താവ്. അപ്പൊ അത് ദൈവരാജ്യമാണ്. എന്നാൽ ദൈവസഭ എന്നുള്ളത് അവന്റെ മണവാട്ടിയാണ്,
തികവുള്ളവരാണ്, വ്യത്യസ്തമായിരിക്കുന്ന തേജസ് പ്രാപിക്കാനുള്ളവരാണ്. അവരോടുള്ള ബന്ധത്തിലാണ് കർത്താവ് സംസാരിച്ചത്. അപ്പോൾ ഇവിടെ കർത്താവ് വെളിപ്പെടുത്തി വ്യക്തമാക്കി തരുന്നു സഭ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ വളരെ വ്യക്തമായി ഈ സുവിശേഷത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ദൈവം പഠിക്കുകയും അതിന്റെ ആഴം മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴേ പിതാക്കന്മാർ, ദൈവസഭയുടെ പിതാക്കന്മാർ, ഞാൻ പറഞ്ഞല്ലോ പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരല്ല അർത്ഥം, സഭാപിതാക്കന്മാർ അനുവർത്തിച്ചു വന്ന ആരാധന രീതിയും പ്രാർത്ഥനയും പഠനവും എല്ലാം വളരെ കൃത്യമാണ്. അത് മാറ്റമില്ലാത്തതാണ്. അത് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. എങ്ങനെയാണോ 1-ാം നൂറ്റാണ്ടിലെ ആ ദൈവസഭ അനുവർത്തിച്ചു വന്ന അവരൊക്കെ സ്തെഫാനോസിന്റെ പ്രാർത്ഥനയുണ്ട്, അതുപോലെ പൗലോസ് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പ്രാർത്ഥന നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ സാധ്യത അവരാരും കർത്താവ് പറഞ്ഞ പ്രാർത്ഥന റിപ്പീറ്റ് ചെയ്തിട്ടില്ല, ആവർത്തിച്ചില്ല. സ്വർഗ്ഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞാൽ അവര് ഈവണ്ണ പ്രാർത്ഥിക്കുന്ന പറഞ്ഞ പ്രാർത്ഥനയല്ല അവർ പ്രാർത്ഥിച്ചിരിക്കുന്നത്. സ്തെഫാനോസ് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഭക്തന്മാർ പുതിയ നിയമത്തിൽ പ്രാർത്ഥിച്ചതൊക്കെ പ്രാർത്ഥനയുടെ അത് കർത്താവ് പറഞ്ഞ രീതിയിലാണ് പ്രാർത്ഥിച്ചതാണ് നമ്മൾ അനുവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് തന്നിരിക്കുന്നത്. ഈ ദൈവസഭയ്ക്ക് പുറമേ ഉള്ളവർക്ക് എന്തും പ്രാർത്ഥിക്കാം, നമുക്ക് യാതൊരു എതിർപ്പുമില്ല. അത് അവരവിടെ പ്രാർത്ഥിച്ചത്, അത് അവരുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞല്ലോ, യേശു ക്രിസ്തുവിന്റെ വചനത്തിനോ കർത്താവിന്റെ നിയമങ്ങൾക്കോ ഒന്നും ഒരു നിർബന്ധമില്ല, അടുമേലും നിർബന്ധമില്ല. സുവിശേഷം അറിയിക്കാനുള്ള നിർബന്ധമുണ്ട്, പക്ഷേ സുവിശേഷം അടിച്ചേൽപ്പിക്കുന്ന അതില്ല, പ്രവണതയില്ല. അങ്ങനെ അടിച്ചേൽപ്പിച്ചിരുന്നെങ്കിൽ നമ്മുടെ രാജ്യമൊക്കെ എന്നേ ഒരു ക്രിസ്ത്യരാജ്യമായി മാറിയേനെ. സുവിശേഷം ആരുടെ മേലും അടിച്ചേൽപ്പിക്കുന്നില്ല. കാരണം ഇവിടെ നമുക്കറിയാം, നൂറുകണക്കിന് വർഷം നമ്മുടെ രാജ്യം ഭരിച്ചത് ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്ന UK ബ്രിട്ടീഷുകാരാണ്. അടിച്ചമർത്തി ഭരിച്ച് മുഴുവനെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇവിടെ മുഴുവൻ എല്ലാവരും വിശ്വാസമായി മാറിയേനെ. പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു അടിച്ചമർത്തത്തിലൂടെയല്ല സുവിശേഷം അറിയിക്കാൻ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ വചനം ഒരിക്കലും അടിച്ചമർത്തത്തിലൂടെ, അക്രമത്തിലൂടെയല്ല, അടിച്ചമർത്തിയല്ല, സ്വാതന്ത്ര്യത്തോടെ സുവിശേഷം അറിയിക്കാനുള്ള നിർബന്ധമേ ഉള്ളൂ. സുവിശേഷം അടിച്ചേൽപ്പിക്കാനുള്ള വ്യവസ്ഥയില്ല. എല്ലാവരോടും സുവിശേഷം പറയും, സത്യം പറയും. അത് താല്പര്യമുള്ളവർ അംഗീകരിക്കുക, താല്പര്യമില്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് പോകാൻ കുഴപ്പമൊന്നും. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതല്ല ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുള്ളത് പറഞ്ഞാൽ അവരുടെ ഇഷ്ടം, അവർ പ്രാർത്ഥിച്ചോട്, അത് അവരുമായിട്ട് ദൈവം. പക്ഷേ പരിശുദ്ധാത്മാവ് തരുന്ന ആലോചനയ്ക്ക് വിരുദ്ധമായി നമ്മൾ പോയാൽ ഞാൻ തെറ്റുകാരനായി തീരും. അത് നമ്മളെ പിന്നീട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതേ ഉള്ളൂ. അന്ന് കണക്ക് ബോധിപ്പിക്കേണ്ട ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമ്പോൾ, എന്നാൽ ഈ കർത്താവ് തരുന്ന വചനത്തിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ അവന്റെ മുമ്പിൽ പോയി നിഷ്കളങ്കതയോടെ നിൽക്കാൻ സാധിക്കും. തന്റെ തിരുസന്നിധി, നമുക്ക് മഹിമാസന്നിധിയിൽ പോയി നിൽക്കാനുള്ള ധൈര്യമുണ്ടാകും. ഇവിടെ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിലാണ് നാം ജീവിക്കുന്നെങ്കിൽ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പോയി നിഷ്കളങ്കമായി നിൽക്കുവാൻ, മഹിമാസന്നിധിയിൽ പോയി നിൽക്കാൻ സാധിക്കും. അതാണ് ഒരു വിശുദ്ധനെ സംബന്ധിച്ച് ഉള്ള ഏറ്റവും വലിയ പ്രയോജനം. അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ കയറും എന്നൊക്കെ ചോദിച്ചുള്ള 15-ാം അധ്യായം സങ്കീർത്തനമൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ആ സാഹചര്യം നേരോട് നടക്കുകയും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അങ്ങനെ പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മെ നേരുള്ളവരാക്കി തീർത്ത്, നമ്മെ ശുദ്ധിയുള്ളവരാക്കി തീർത്ത് വചനത്തിന്റെ അനുസരിച്ച് ജീവിച്ചു പോകുവാനുള്ള പഥ്യോപദേശം തന്ന നിർമ്മലമായിരിക്കുന്ന ദൈവജനത്തെ ദിനംതോറും ഭക്ഷിച്ച് വളർച്ച പ്രാപിച്ച് കട്ടിയായിട്ടുള്ള ആഹാരമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകവും മറ്റുള്ള പ്രവചനങ്ങളൊക്കെ പഠിച്ച് നാം തികവ് പ്രാപിച്ച് ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ തികവിലേക്ക് എത്തിച്ചേരുമ്പോൾ ക്രിസ്തു യേശുവിന്റെ പ്രതിമകളായി നാം ജീവനുള്ള പ്രതിമകളായി മാറുന്നു എന്നാണ് കഴിഞ്ഞ സംബന്ധിപ്പാനിടയാത്തത്. അപ്പോൾ പിതാവാൻ ദൈവത്തിന്റെ പ്രതിമയായിരുന്നു യേശു ക്രിസ്തു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിയുടെ ആദിജാതനുമായിരുന്നു എന്ന് പറഞ്ഞ് അവൻ പിതാവാൻ ദൈവത്തിന്റെ പ്രതിമയായിരുന്നെങ്കിൽ നമ്മെ യേശു ക്രിസ്തുവിന്റെ ജീവനുള്ള പ്രതിമകളാക്കി മാറ്റുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ അവന്റെ കരപ്രവൃത്തികൾ, അല്ലെങ്കിൽ അവൻ കരം കൊണ്ട് നമ്മളെ കൊട്ടുപണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവനെ പോലെ സദൃശന്മാരാക്കി തീർത്തുകൊണ്ടിരിക്കുവാൻ വേണ്ടിയാണ് എന്നാണ് കഴിഞ്ഞ സമയം ചിന്തിച്ചത്. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് നമുക്ക് പ്രത്യേകമായിട്ടുള്ള ശൈലിയും ആരാധന രീതിയും ഒക്കെ നമുക്കുള്ളത്. നമുക്ക് അന്യഭാഷയെ പ്രാർത്ഥിക്കാം. കഥാ പറഞ്ഞു പ്രാർത്ഥനയുടെ ശൈലിയെക്കുറിച്ച് കൊരിന്ത്യലേഖനത്തിൽ പിന്നെയും നമുക്ക് കാണാൻ സാധിക്കും. ചില സംശയം ഉള്ളതുകൊണ്ട് ഞാൻ തീർത്തു വിടുന്നത്. ഇവിടെ കൊരിന്ത്യലേഖനത്തിൽ പറയുകയാണ്, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ഞാൻ ബുദ്ധി കൊണ്ടും ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. അപ്പോൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥനയുണ്ട്, പരിശുദ്ധാത്മാവിലുള്ള പാട്ടുണ്ട്, അന്യഭാഷയിൽ ആരാധനയുണ്ട്, അന്യഭാഷയിൽ പ്രാർത്ഥനയുണ്ട് എന്ന് പറയുകയാണ്. ഞാൻ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും. നമ്മൾ പറഞ്ഞാൽ നമ്മൾക്ക് പ്രാർത്ഥനയുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ എപ്പോഴും പറയും പരിജ്ഞാനത്തെ പ്രാർത്ഥന, ബുദ്ധിയോടെ പ്രാർത്ഥിക്കും. അതിന്റെ അർത്ഥം 5 പേര് പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഒരു ആ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കാം, പക്ഷേ കാര്യങ്ങൾ ആർക്കും ഒന്നും മനസ്സിലാകാതെ. അതുകൊണ്ടാണ് ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മൾ 3:00 എഴുന്നേറ്റ് അന്യഭാഷയല്ല പ്രാർത്ഥിക്കുന്നത്, വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. നമ്മളൊരു മീറ്റിംഗ് തുടങ്ങുമ്പോൾ നമ്മൾ ബുദ്ധി കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ ആത്മാവ് അപ്പോൾ മൗനമായിട്ടിരിക്കും, ആത്മാവ് അവിടെ അവിടെ പ്രവർത്തിക്കുന്നില്ല. അല്ല, ആത്മാവിന് പ്രാർത്ഥിക്കുന്നതിലും നമ്മൾ ബുദ്ധി കൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ
ബുദ്ധി അബലമായിരിക്കും. അവിടെ ആത്മാവാണ് നമുക്ക് ഉച്ചരിച്ചുകൂടാത്ത വാക്കുകളാൽ നാം സംസാരിക്കുന്നത്. നമ്മൾ ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. പറഞ്ഞല്ലോ, മരിച്ചെടുത്ത് പോയിട്ട് അവിടെ പോയി ബുദ്ധി കൊണ്ടാണ് പാടുന്നത്, അല്ല മരിച്ചെടുത്ത് പോയി അന്യഭാഷയിൽ അങ്ങ് പാടുകയല്ല ചെയ്യും. അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഇത്. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന വിവരം പരിജ്ഞാനം നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെ പാടണം, എവിടെ പാടണം, എങ്ങനെ ഇതൊക്കെ ചെയ്യണം, സൂക്ഷ്മ ആരാധനയൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതാണ് പരിജ്ഞാനത്തിൻ്റെതായിട്ടുള്ള വചനത്തിലൂടെ ദൈവം തൻ്റെ സഭയെ പരിജ്ഞാനത്തിൽ ആക്കിയിരിക്കുന്നു. എന്നാൽ എൻ്റെ ജനം പരിജ്ഞാനമില്ലാതെ നശിച്ചു പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം തന്നിരിക്കുന്ന പരിജ്ഞാനത്തിന് വിരുദ്ധമായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ അതാരാണെങ്കിലും നശിച്ചു പോകും, ഏത് സഭയാണ് നശിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് സംഭവിക്കാതിരിക്കാൻ, ക്രിസ്തു തന്നിരിക്കുന്ന പരിജ്ഞാനത്തിൽ നമുക്ക് നടക്കാൻ, ദൈവം തന്നിരിക്കുന്ന കാഴ്ചപ്പാട് നടക്കാൻ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകട്ടെ. അതാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പ്രാർത്ഥനയുള്ള ബന്ധത്തിലുള്ള വിഷയം കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തെ അപേക്ഷിക്കുന്നൊക്കെയും പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടത് നൽകുമെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇതേക്കുറിച്ച് നിരവധി കാര്യങ്ങൾ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതേക്കുറിച്ച് അതിന്റെ 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ കഥ പറഞ്ഞു, ഇന്ന് വരെ ഞാൻ പ്രാർത്ഥന പഠിപ്പിച്ച ആ സ്വർഗസ്നായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഞാൻ മരിക്കാൻ പോകുക, അടക്കപ്പെടാൻ പോകുക, ഉയർത്തെഴുന്നേൽക്കാൻ പോകുക, ദൈവ സഭ പണിയപ്പെടാൻ പോകുക. 40-ാം ദിവസം കഴിഞ്ഞ് 50-ാം ദിവസം ദൈവസഭ സ്ഥാപിതമാക്കും എന്ന് പറയാണ്. ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനയുള്ള ബന്ധത്തിലുള്ള സംശയം തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആർക്കെങ്കിലും ഇതുവരെയും എന്തുകൊണ്ടാ സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ എല്ലാ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥിക്കാത്തതിന് കാരണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മിസായാലും അത് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം കൊടുത്ത പ്രാർത്ഥന, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രാർത്ഥന അത് അവർ ചെയ്തോട്ടെ. പക്ഷേ നമ്മുടെ കടക്കാരോട് നമ്മൾ ക്ഷമിച്ചതുപോലല്ല നമ്മുടെ കടങ്ങളും പാപങ്ങളും ദൈവം നമ്മൾ ക്ഷമിക്കുന്നത്. യേശു ക്രിസ്തു കാലുവറിയ യാഗമാറ്റുന്ന ആ യാഗത്തിന്റെ രക്തത്തിന്റെ ശക്തി കൊണ്ടാണ് നാം ശുദ്ധീകരണം പ്രാപിച്ചത്, പ്രവൃത്തി കൊണ്ടല്ല. നീതിയിരിക്കപ്പെടുന്നു, വിശ്വാസത്താൽ നാം നീതിയിരിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയും വിശ്വാസത്തിന്റെ പ്രാർത്ഥനയുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമത്തല്ലാതെ മറ്റൊരു നാമത്തിൽ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല. കർത്താവ് വന്നിരിക്കുന്ന ആ അടിസ്ഥാനത്തിൽ തന്നെ പോകണം. ഒന്നാം പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചേക്കാൻ അങ്ങനെയല്ലോ ഇരിക്കുന്നത്. പിതാവാൻ ദൈവത്തോട് പരിശുദ്ധാത്മാവിന്റെ പരിജ്ഞാനത്തിൽ നാം യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്. ദൈവം തന്നിരിക്കുന്നതിന് നമ്മൾ തിരിച്ചു നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മളത് എന്നാൽ ഒരു 3 ഒന്നല്ലേ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഒന്നാണല്ലോ. അതുകൊണ്ട് യേശുവിനോട് പ്രാർത്ഥിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ സ്വർഗസ്നായ യേശുവെ എന്ന് പ്രാർത്ഥിച്ച അവസാനം സ്വർഗസ്നായ പിതാവിന്റെ നാമത്തിൽ അത് പറയണ്ട. അങ്ങനെയല്ല, കർത്താവ് വന്നിരിക്കുന്ന ഓർഡറുണ്ട്, തെറ്റിക്കാൻ പാടില്ല. അത് ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. എല്ലാം 3 ഒന്നാണ്, 3 ഒന്ന് തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ആ സമത്വത്തിലായിരിക്കുന്ന ക്രിസ്തുയേശു തന്നിരിക്കുന്ന ക്രമത്തിനനുസരിച്ച് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. ഇവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്. പരിശുദ്ധാത്മാവാൻ ദൈവവും പിതാവാൻ ദൈവവും പുത്രനാൻ ദൈവവും ഒന്നാണ്. എന്താണെന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന പോലെ തന്നെ നാം പ്രാർത്ഥിക്കണമെന്നുള്ളത് ഇന്ന് രാത്രി പ്രത്യേക ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ഇപ്പോൾ അത് 14-ാം അധ്യായം 14-15 വാക്യങ്ങൾ ദൈവസഭയുടെ ബന്ധത്തിലുള്ള കാര്യങ്ങളാകുന്നുവെന്നും അത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാം പ്രാർത്ഥിക്കണം, അവനോട് അപേക്ഷിക്കണമെന്നുള്ളതും വളരെ വ്യക്തമാക്കി നമുക്കിവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മറ്റാരുടെയും നാമം എടുക്കാത്തത്, ഒരാളോട് നമ്മൾ അപേക്ഷിക്കാത്തത്, ഒരു മധ്യസ്ഥന്മാരോട് നമ്മൾ അപേക്ഷിക്കാത്തത്. നമ്മൾ എന്തുകൊണ്ടാണ് മധ്യസ്ഥന്മാരോട് അപേക്ഷിക്കാത്തത്? ഇനി ചിലർക്കൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, നമുക്കതിന്റെ എതിർപ്പൊന്നുമില്ല. ചിലർ പറയും ഞങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിച്ചോ ലഭിച്ചു, നിങ്ങൾക്ക് ലഭിച്ചോട്ടെ, പക്ഷെ ഞങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ ഈ നാമമല്ലാതെ വേറൊരു നാമം എടുക്കത്തില്ല. മറ്റാരോടും പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്കൊരു ആവശ്യവും ലോകത്ത് നേടാനില്ല. ഇനി ഒന്നും കിട്ടിയില്ലേലും, കടം മാറിയില്ലേലും, രോഗം മാറിയില്ലേലും, എന്ത് മാറിയില്ലേലും യേശുവിന്റെ നാമത്തിൽ മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. കാരണം യേശുവിനോട് മാത്രമേ അപേക്ഷിക്കുകയുള്ളൂ. ഇവിടുത്തെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയല്ല വിശ്വാസം എന്ന് കർത്താവ് പറഞ്ഞു. നമുക്ക് എല്ലാം നൽകാമെന്ന്. അവൻ തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകും. നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ദൈവം നൽകും. ഇന്നലെ അതേക്കുറിച്ച് സംസാരിച്ചു ഞാൻ ആവശ്യപ്പെടുന്നില്ല. ശിഷ്യന്മാരോട് ചോദിച്ചു, ഞങ്ങൾക്കെല്ലാം കുറഞ്ഞു പോയോ? നിങ്ങളെ ഞാൻ ഒന്നുമില്ലാതെ അയച്ചപ്പോ നിങ്ങൾക്ക് വല്ല കുറവുണ്ടായെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെ സമയാസമയങ്ങൾ നടത്തി നമ്മളെ
യേശുവോട് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളെ നടത്തുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രാത്രി നമുക്ക് വീണ്ടും ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധമാവിന്റെ നിയന്ത്രണത്തിലുള്ള ദൈവസഭ എപ്പോഴും അത് മാത്രമേ അനുവർത്തിച്ച് വരികയുള്ളൂ. ഇനി മറ്റെവിടെയെങ്കിലും പോയി ഏതെങ്കിലും നാമത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ലഭിച്ചെങ്കിൽ അതവർ ലഭിച്ചോട്ടെ, നമുക്കതിനെക്കുറിച്ച് ഒരു എതിർപ്പുമില്ല. അവർ പ്രാപിച്ചോ. പക്ഷേ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ലഭിച്ചാലും ഇല്ലെങ്കിലും, ശദ്രക് മേശക് എന്ന് പോലെ പറഞ്ഞത്, ഇല്ലെങ്കിലും ലഭിച്ചാലും ഇല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യത്തില്ല. സിംഹത്തിന്റെ വായിലേക്ക് ഇടാൻ വേണ്ടി കൊണ്ടുപോയപ്പോഴും ദാനിയേല് ഒന്നും പറഞ്ഞില്ല. ദാനിയേല് മൗനമായിട്ടിരുന്നു. അവനറിയാം അവൻ ആരാധിക്കുന്ന ദൈവം ആരാണെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്നത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സത്യത്തിലായതുകൊണ്ട് ഉറപ്പുണ്ട്. നീ ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ഈ ലോക ജീവിതത്തിൽ നമ്മളെ ദൈവം ലജ്ജിപ്പിക്കത്തില്ല. ആവശ്യങ്ങളെ അതിൻ്റെ സമയത്ത് ദൈവം ചെയ്തെടുക്കും. രാത്രി ദൈവമക്കൾ പറയാൻ കഴിയും, ഞങ്ങൾ ഒരുപാട് ഭാരപ്പെട്ട വിഷയങ്ങളുണ്ടായിരുന്നു, ഞങ്ങൾ വിഷമിച്ച വിഷയങ്ങളുണ്ടായിരുന്നു, ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞ വിഷയങ്ങളുണ്ടായിരുന്നു, അതൊക്കെ തിരിഞ്ഞു പോയിട്ടുണ്ട്, ഞങ്ങൾക്ക് ലഭിക്കാതെ പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിലും സന്തോഷമുണ്ട്. ഞങ്ങളുടെ സന്തോഷം ദൈവം ഒരു നാളും തള്ളിക്കളയത്തില്ല. ഞങ്ങൾക്ക് ലഭിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ ദൈവമാ മാറ്റമില്ലാത്തവനാ. അവന് തക്ക സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയും. അവന്റെ നാമത്തിലേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ. പിതാവാം ദൈവത്തോട് പരിശുദ്ധാത്മാവിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് വ്യവസ്ഥ. അതനുസരിച്ചാണ് ദൈവമക്കൾ പ്രാർത്ഥിക്കുക പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവസഭകളുടെ ബന്ധത്തിലുള്ളതായതുകൊണ്ടാണ് നമ്മൾ ആ പ്രാർത്ഥന അങ്ങനെ തന്നെ നിവർത്തിച്ചു പോകുന്നത്. തലമുറയായി കർത്താവിന്റെ സഭയിലോടത്തോളം കാലം ഈ പരിശുദ്ധമാവ് ഈ പ്രാർത്ഥനയും ആരാധനയും നിലനിർത്തണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ശത്രു ഒരിക്കലും കടന്നാക്രമണം ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കുകയും ദൈവനം പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഈ ദിവസങ്ങളിൽ ആവശ്യമായതുകൊണ്ടാണ് കർത്താവിന്റെ പരിശുദ്ധമാവ് ദിവസങ്ങളിൽ നമ്മളോട് സംസാരിക്കുന്നുള്ള ഓർപ്പിക്കുന്നു. അതിന്റെ തുറന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ളത്, കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളു. കഥാ പറഞ്ഞു, സ്നേഹം എന്നുള്ളത് അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്നത്. ദൈവം നമ്മളെ സ്നേഹിച്ചു. തെളിവെന്താ? ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നുള്ള പരസ്യമാക്കിയതാണ്. മനുഷ്യൻ പാപിയായിരുന്നപ്പോൾ പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവം മനുഷ്യവംശത്തെ സ്നേഹിച്ചുകൊണ്ട് അവൻ തൻ്റെ ജീവനെ തന്നു. അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള സ്നേഹമില്ല. ഇവിടെ കഥ പറയുക, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളു. എന്താണ് കർത്താവിൻ്റെ കൽപ്പനകൾ എന്ന് ചോദിക്കുമ്പോൾ യേശു പറഞ്ഞിരിക്കുന്നതാണ് യേശുവിൻ്റെ കൽപ്പനകൾ. അതിൽ പ്രധാനമായിട്ടുള്ളത്, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്ന കർത്താവിൻ്റെ കൽപ്പനയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ചാണ്. അതിൻ്റെ 13-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതാ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന പുതിയൊരു കൽപ്പന. പുതിയ നിയമത്തിന്റെ കൽപ്പന അതാ. അപ്പോൾ കർത്താവ് പറഞ്ഞത് നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. പുതിയ നിയമത്തിന്റെ കൽപ്പന, പുതിയ നിയമം എന്നുള്ളത് ക്രിസ്തുയേശുവായി രചിക്കപ്പെട്ടതാണ്. പുതിയ നിയമം യേശുവിന്റെ രക്തത്താൽ രചിക്കപ്പെട്ട പുതിയ നിയമം. പുതിയ കൽപ്പന എന്നുള്ള തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളതാണ്. അപ്പോൾ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ള പുതിയ നിയമം ആയതുകൊണ്ട് അതിനെതിരെ ശക്തമായ പൈശാചികന്റെ എതിർപ്പും പോരാട്ടവും ഉണ്ടാകും. നമ്മൾ ഏതെങ്കിലും വിധത്തിൽ മറ്റൊരു വൈരാഗ്യം പിടിക്കുവാൻ, ദേഷിക്കുവാനുള്ളതായ എല്ലാ വഴികളും സാത്താൻ ചെയ്തു. അതാണ് അവിടെ ചെയ്യുന്നത്. കഥ പറഞ്ഞ കൽപ്പനയെ അതിനെ എങ്ങനെയെങ്കിലും അനുഷ്ഠിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവൃത്തിയാണ് സാത്താൻ. എന്ത് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വിമർശിക്കാനും കുറ്റം പറയാനൊക്കെ പറ്റുന്നുണ്ട്. നിങ്ങൾ ബന്ധുക്കോസാരല്ലേ, സ്ഥാനപ്പെട്ടതല്ലേ, നിങ്ങൾ ചർച്ചിൽ പോകുന്നത്, നിങ്ങൾക്ക് എന്നാ സ്നേഹമില്ലാത്ത ചോദിക്കും. അവരോട് ചോദിക്കും. ശരിയാ. കാരണം കഥ പറഞ്ഞ കൽപ്പന അത് അതിനെ പ്രമാണിക്കാതിരിക്കാനുള്ള ശക്തമായ പോരാട്ടമുണ്ടാകും. ഇതുകൊണ്ട് കഥ പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ദൈവമക്കളെ ഭിന്നിപ്പിക്കുവാൻ, സ്നേഹിക്കാതിരിക്കുവാൻ, സ്നേഹം നിലനിർത്താതിരിക്കാനുള്ളതായ തന്ത്രങ്ങൾ ഈ ലോകത്തിൽ സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ അതിജീവിപ്പാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് കൃപ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ്, കൃപ കൊണ്ടാണ്. ദൈവകൃപ ഇല്ലായിരുന്നെങ്കിൽ ദൈവസഭകൾ എന്നേ തകർന്നുപോയേ. പക്ഷേ കൃപയാൽ ഇന്നും നിന്നു പോകുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, തൻ്റെ രക്തമുഖാന്തരം സ്ഥാപിതമാക്കിയിരിക്കുന്ന പുതിയ നിയമത്തിന്റെ പ്രമാണം തമ്മിൽ സ്നേഹിക്കണമെന്ന ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിന്റെ
ഒരംശമെങ്കിലും ദൈവമക്കളിലുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി നാം യാചിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനയും നേർച്ചയിലും അവരുടെ അപേക്ഷകളും കാര്യങ്ങളെല്ലാം അത് അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി തരുമ്പോൾ, അവന്റെ സ്വന്തം കുടുംബത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി യാചിക്കുമ്പോൾ, ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നത് പാപികൾ മാനസാന്തരപ്പെടുവാൻ വേണ്ടിയാ, ദേശങ്ങൾ വിടുതൽ പ്രാപിക്കാൻ വേണ്ടിയാ, മദ്യമയക്കുമരുന്നിൽ വിടുതൽ പ്രാപിക്കാൻ വേണ്ടിയാ, ആ ദേശത്ത് അനർത്ഥമുണ്ടാകാതിരിക്കും, അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, യാത്രക്കാർക്ക് വേണ്ടി, അങ്ങനെ കാലാവസ്ഥയ്ക്ക് വേണ്ടി, പല വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത് ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിന്റെ അംശം നമ്മൾ ഉള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. കാരണം ഞാൻ അതിനെ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ സ്നേഹത്തിലേക്ക് എത്താൻ നമ്മളെ കൊണ്ട് ആവതില്ല പ്രിയപ്പെട്ടവരെ. അവൻ നമ്മളെ സ്നേഹിച്ചപ്പോൾ നമുക്ക് സ്നേഹിക്കാൻ കഴിയത്തില്ല. എന്നാൽ അതിൻ്റെ ഒരു അംശം നമ്മൾ ഉള്ളത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഇടിവ് നിൽക്കുവാൻ നമുക്ക് ദൈവം കൃപ തന്നിരിക്കുന്നത്. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ അയൽവക്കക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ഒരു പ്രാവശ്യം കണ്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഒരു പ്രാവശ്യം പോയ വീടുകൾക്ക് വേണ്ടി അവരെ മറന്നു കളയാതെ ഹൃദയത്തിൽ വഹിക്കുന്നത്, അവരെ ഓർക്കുന്നത് മറ്റൊന്നുമല്ല, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഒരു അംശം നമ്മൾ ഉള്ളത് കൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പൂർണ്ണതയോ തികവുള്ളവരല്ല ഞങ്ങളിൽ ഒരുപാട് കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സഭകളിൽ പ്രശ്നമുണ്ട്, വിഷയങ്ങളുണ്ട്, സ്നേഹമില്ലായ്മയുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ സ്നേഹത്തിന്റെ അംശം കെട്ടുപോട്ടില്ല. ആവശ്യങ്ങൾ വരുമ്പോൾ ദൈവമക്കൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനം സ്നേഹത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവസഭ നിന്നു പോകുന്നത്. നിശ്ചയമായിട്ടും ദൈവസ്നേഹത്തിന്റെ ആ പൂർത്തീകരണത്തിലേക്ക് നമ്മുടെ ആഗ്രഹം അനുസരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന കർത്താവ് നമ്മളെ നടത്തും, നയിച്ചുകൊണ്ടിരിക്കും. ഓരോ ദിവസം ചെല്ലുന്തോറും നാം ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വർദ്ധിച്ചു വരുന്നതിനായി ഞാൻ രാത്രി സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ളവരുടെ സ്നേഹത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ലോകത്തുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രൂപത്തിലേക്കെതിരെ നമ്മൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ സുവിശേഷത്തിലേക്ക് വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. കർത്താവ് കാണിച്ച് മാതൃകൾ ചെയ്യുന്നു. അങ്ങനെ ചെയ്യാമെങ്കിൽ നമ്മുടെ സ്വന്തം ആൾക്കാരെ നാം സ്നേഹിക്കാതിരിക്കും. നിശ്ചയമായിട്ട് നാം സ്നേഹിക്കും, അവരെ ആദരിക്കും, അവരെ ബഹുമാനിക്കും, അവർക്ക് വേണ്ടി സ്നേഹിക്കും. പിന്നെ നമ്മളെ എന്തെല്ലാം ചെയ്താലും നമ്മളോട് യാതൊരു തിരിച്ചറിവില്ലാത്തവരും അവനുമായിട്ട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചു 100 ചോദ്യങ്ങൾ ചോദിച്ചതിനോട് നമുക്ക് എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് അവിടെ നിർത്താൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യനാണ്, നമ്മുടെ സാഹചര്യങ്ങളും സാഹചര്യാവകാശങ്ങളും ദൈവം അറിയുന്ന ഹൃദയത്തിന്റെ അകത്തൊരു വേദനയും ആഗ്രഹവുമുണ്ട്. ആരും നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി, എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. നിശ്ചയമായിട്ടും ആ പ്രാർത്ഥന മുന്നേറുവാൻ കർത്താവ് തന്റെ ജനത്തെ ദൈവം സഹായിക്കുകയും ചെയ്യട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കർത്താവിന്റെ കൽപ്പനകളെ കാത്തുകൊള്ളണം. അതുകൊണ്ടാണ് സ്നാനപ്പെട്ടത്. യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ് സ്നാനം. പുതിയ നിയമത്തിന്റെ കൽപ്പനയാണ് 7 അടിസ്ഥാന ഉപദേശങ്ങൾ. അത് നമ്മൾ പ്രമാണിക്കുന്നുണ്ട്. അവന്റെ കൽപ്പനകളാണ്. കർത്താവ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അപ്പോസ്തലൻ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അത് അവർ കൽപ്പനയെ ചോദിച്ചു. ഞങ്ങൾ എന്താ മാനസാന്തരപ്പെടാൻ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം യേശുവിന്റെ കൽപ്പന അവിടെ വെളിപ്പെടുത്തി. ദൈവസ്നേഹം, ക്രിസ്തു ക്രൂശിച്ചൊഴിഞ്ഞ സ്നേഹത്തിൽ നിന്നുള്ള സ്നേഹത്തിന്റെ കൽപ്പനകൾ. തമ്മിൽ സ്നേഹിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, കാണുന്ന എല്ലാവരോടും തമ്മിൽ സ്നേഹിച്ച് എന്ത് കണ്ടാലും ഉണ്ടായിരിക്കുന്നതല്ല സ്നേഹം. അതല്ല സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാൽ അത് പ്രവൃത്തിയാണ്. ദൈവത്തിന്റെ സ്നേഹം ദൈവം പ്രവൃത്തിയോടെ കാണിച്ചു. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുകയും നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുന്ന നമ്മൾ കള്ളന്മാരാണ്. എന്നാൽ ദൈവത്തിന്റെ സ്നേഹിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ദൈവം നമ്മളോട് പറഞ്ഞത് അനുസരിക്കുന്നതാണ് സ്നേഹം. അതല്ലേ? മക്കള് അപ്പന്മാരെ സ്നേഹിക്കുന്നതിന്റെ അർത്ഥം എന്താ? അപ്പന്മാര് പറയുന്ന മക്കള് അനുസരിക്കുമ്പോഴാണ് സ്നേഹം എന്നുള്ളത്. അല്ലാതെ കുറെ വർത്തമാനം പറഞ്ഞ് നടക്കുന്നതുകൊണ്ടല്ല. അപ്പൊ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എവിടെ പോയാലും സ്നേഹിക്കും. എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകള് എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ പഠിപ്പിച്ചത് അവർ എവിടെ പോയാലും അവർ അനുസരിക്കും, അവർ സ്നേഹിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ദൈവം നമ്മുടെ പിതാവായതുകൊണ്ട് നമ്മൾ ഏത് രാജ്യത്തും എവിടെ പോയാലും ആര് കണ്ടാലും കണ്ടില്ലേലും ദൈവത്തിന്റെ കൽപ്പനകളെ നാം പ്രമാണിക്കുന്നു, നാം അവനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതിനകത്ത് കാണുമ്പോഴുള്ള സ്നേഹമല്ല, കാണാതിരിക്കുമ്പോഴും നാം സ്നേഹിക്കുന്നതിന്റെ കാരണം നാം ദൈവത്തെ വാസ്തവമായി സ്നേഹിക്കുന്നതാണ്. അവൻ പറഞ്ഞ കൽപ്പനകളെ പ്രമാണിക്കുന്നത്. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതിൽ സ്നേഹമാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ ദൈവത്തോടുള്ള സ്നേഹം വേണം. അതിന് ശേഷമാണ് തമ്മിൽ സ്നേഹം. അങ്ങനെ ദൈവരാജ്യത്തെ സ്നേഹിക്കുന്നവൻ, ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവൻ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാകുന്നവനാണ്. ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ പറഞ്ഞ ദൈവരാജ്യം എന്നുള്ളത് സഭ ദൈവരാജ്യത്തിനാണ്. അപ്പൊ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവൻ മനുഷ്യർക്കും ദൈവത്തിനും കൊള്ളാകുന്നവനാണ്. ദൈവരാജ്യം എന്നുള്ള ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. നീതീകരണം, സമാധാനം, സന്തോഷം, ഇതെല്ലാം ദൈവരാജ്യത്തിന്റെ ഭാഗമാണ്. നമുക്കിത് ഉള്ളതാണ്. നിത്യതയിൽ ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ.
ഇപ്പോൾ ദൈവസഭയുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളുണ്ട്, ദൈവരായത്തുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ദൈവസഭയ്ക്ക് ബാധകമാണ്. എന്നാൽ പ്രാർത്ഥനയുള്ള വിഷയത്തിൽ ദൈവം മാറ്റിയ പ്രാർത്ഥന നമ്മൾ രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃകനുസരിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് കർത്താവ് സൗഖ്യമാക്കിയിട്ട് അന്ധനായി ഗുരുടനെ സൗഖ്യമായിട്ട് പറഞ്ഞു, നീ പോയി പുരോഹിതന്മാർ പറഞ്ഞ് എന്താണോ പറഞ്ഞത് അത് ചെയ്യാൻ പറഞ്ഞു. കുഷ്ഠരോഗി സൗഖ്യമാക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ പുരോഹിതനെ തന്നെ കാണിക്കാൻ പറഞ്ഞു. അന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രമാണമനുസരിച്ച് ചെയ്യാൻ പറഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നീ നിൽക്കുന്നിടത്ത് തന്നെ നിന്നോ, നീ നിൽക്കുന്നിടത്ത് പൊക്കോടാൻ പറയാൻ പറ്റത്തില്ല. അതവിടെയാണ് വ്യത്യാസം. അപ്പം കർത്താവ് അന്ന് സൗഖ്യമാക്കിയ ശേഷം കുഷ്ഠരോഗികൾ പറഞ്ഞു, നീ ഇന്നെ തന്നെ പോയി പുരോഹിതനെ കാണിക്കാന്ന് പറഞ്ഞു. പഴയ നിയമം ദൈവത്തിൻ്റെതാണ്. അതിന്റെ കാലാവധി കഴിഞ്ഞെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, 1000 രൂപയുടെ നോട്ട് പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ് RBI പ്രിന്റ് ചെയ്യുന്ന നോട്ടിന് വിലയുണ്ട്. അത് പിൻവലിക്കപ്പെട്ടാലും അതിന്റെ കാലാവധി കഴിഞ്ഞാലും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറ്റമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് പ്രയോജനം ഇല്ലെന്നേ ഉള്ളൂ, നിഷ്പ്രയോജനമാണെന്നുള്ളത്. വെക്കുന്ന കുഴപ്പമില്ല. അപ്പൊ പ്രമാണം പഴയ നിയമത്തിന്റെ കാലോചിതമായിട്ട് സമയോചിതമായിട്ട് ഉപയോഗിച്ചാൽ അതുകൊണ്ട് തെറ്റില്ലെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അവസരോചിതമായിട്ട് ഉപയോഗിക്കണം. ശബത്ത് ആചരിക്കാനോ മറ്റു രീതിയിലുള്ള പരിച്ഛേദനയ്ക്കോ ഒന്നും പോകാൻ പാടില്ല. വേണ്ടിയ കാര്യങ്ങളെ ഉപയോഗിക്കാം, വേണ്ടാത്തൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അവസരോചിതമായിട്ട് ഉപയോഗിച്ചാൽ ന്യായപ്രമാണം ഉചിതം തന്നെ, നല്ലത് തന്നെയാണ് പറയുന്നത്, നല്ലത് തന്നെയാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രമാണമൊക്കെ ന്യായവിധമായിട്ട് ഉപയോഗിച്ചാൽ നല്ലതാണ്. പക്ഷേ അത് ദൈവസഭയിൽ ഉപയോഗിക്കാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ന്യായപ്രമാണം ദൈവം തന്നെ. അതുകൊണ്ട് എല്ലാവരും ചോദിക്കും, കർത്താവ് വന്നപ്പോൾ എന്തുകൊണ്ടാണ് പുരോഹിതന്റെ അടുത്ത് വിട്ടത്? അപ്പം കർത്താവ് അവിടെ അത് നിർത്താൻ ആണെങ്കിൽ അവിടെ പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ യേശുവിന്റെ കൂട്ടത്തിൽ കൂട്ടിയ പോരായിരുന്നു. അല്ല, കർത്താവ് ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല നിവർത്തിപ്പാനാ വന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് സൗഖ്യമാക്കിയപ്പോൾ നീ പുരോഹിതനെ പോയി കാണിക്കാൻ പറഞ്ഞു, നിന്നെ തന്നെ പോയി കാണിക്കാൻ പറഞ്ഞു. മനസ്സിലായല്ലോ? കാര്യം പിടികിട്ടുന്ന മനസ്സിലായി വിചാരിക്കുന്നു. പക്ഷെ അത് ഇപ്പോൾ ഇല്ല. ഇപ്പോൾ നമുക്ക് അങ്ങനെ ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അങ്ങനെ ഏതെങ്കിലും ദൈവദാസനടുത്ത് പോയി നിന്നെ തന്നെ കാണിക്കേണ്ട ആവശ്യമില്ല. ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് നാം നിൽക്കുന്നത്, ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലാണ് നാം നിൽക്കുന്നത്. പഴയ നിയമത്തിലെ പ്രമാണങ്ങൾ കൊടുത്താൽ ലിഖിതമായ നിയമത്തിന്റെ പ്രമാണമുണ്ടായിരുന്നു. എങ്ങനെ കുഷ്ഠരോഗി സൗഖ്യമായാൽ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളതുണ്ടായിരുന്നു. അതൊക്കെ വലിയ കാര്യക്ഷമായ വലിയ ഭാരമേറിയ നിയമങ്ങളായിരുന്നു. ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യാറുണ്ട്. ഇപ്പോൾ പുതിയ നിയമം നമുക്കൊന്നും ഇല്ലാത്തതിനായി സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ ആചാരക്രമങ്ങളെ അനുസരിച്ച് പോകണമെങ്കിൽ എത്രയോ വലിയ കാര്യമായിരുന്നു, വലിയ കാര്യം. എന്നാൽ ക്രിസ്തുയേശു നമുക്ക് സ്വാതന്ത്ര്യം നൽകി. ക്രിസ്തുയേശുവിന്റെ രക്തത്തിന്റെ ശക്തി കൊണ്ട് ആടുകളുടെയും കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തങ്ങൾക്ക് പാപത്തിന് പരിഹാരം വരാതിരുന്നുകൊണ്ട് അവർ നിരന്തരമായി ആവർത്തിച്ചു പോകുന്ന പാപങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ പുതുക്കിക്കൊണ്ട് പോരുക ചെയ്തെങ്കിൽ, പുതിയ നിയമത്തിൽ പാപങ്ങളുടെ ഓർമ്മ പുതുക്കലല്ല ദൈവമക്കൾ ചെയ്യുന്നത്. നാം കൂടി വരുമ്പോൾ നമ്മുടെ പാപങ്ങളുടെ ഓർമ്മ പുതുക്കലല്ല, നമ്മളെ പാപങ്ങളിൽ നിന്ന് മോചിച്ച യേശുവിനെ ഓർത്ത് ആരാധിക്കുകയാണ് ദൈവമക്കൾ കൂടി വരുമ്പോൾ ചെയ്യുന്നത്. പഴയ നിയമത്തിൽ പാപങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ പുതുക്കി പോവുകയാണ് ചെയ്തത്. എന്നാൽ പുതിയ നിയമത്തിൽ ഓർമ്മ പുതുക്കുകയല്ല, നമ്മളെ രക്ഷിച്ച വിടുവിച്ച കടും പാപത്തെ വെള്ളയാക്കി മാറ്റിയ നമ്മെ ശുദ്ധീകരിച്ചവനെ ഓർത്ത് ധ്യാനിച്ച് ആരാധിക്കുന്നതാണ് നമ്മുടെ ആരാധന. നാം പാപത്തെക്കുറിച്ച് ഓർക്കുകയല്ല ചെയ്യുന്നത്. അവിടെ പോയി പാപത്തെക്കുറിച്ച് ഓർക്കുകയല്ല ചെയ്യുന്നത്. കൊടുമ്പാവിയായിരുന്നു എന്നെ ശുദ്ധീകരിച്ച യേശുവിന്റെ സാന്നിധ്യം, തിരുരക്തത്തിന്റെ ശക്തിയിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പഴയ നിയമത്തിൽ പാപങ്ങളുടെ ഓർമ്മയായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ പാപങ്ങളുടെ ഓർമ്മയല്ല, പാപങ്ങൾ വിടുതൽ തന്ന ക്രിസ്തുവിനെ, ദൈവത്തെ ഓർത്ത് ആരാധിക്കുന്നതാണ് പുതിയ നിയമം. ഇതേക്കുറിച്ച് വിസ്തരിച്ച് കടന്നുപോയാൽ നമുക്ക് ഈ പുസ്തകത്തിന്റെ എല്ലാ ഭാഗങ്ങളും എടുത്തു പോകാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ പുസ്തകം വേഗത്തിൽ തീർക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ വേഗത്തിൽ അടുത്ത ഭാഗത്തേക്ക് പോകാൻ താല്പര്യപ്പെടുകയാണ്. എൻ്റെ 16-ാം വാക്യം, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. പറഞ്ഞു, ഞാൻ പോകുകയാണ്, എൻ്റെ പ്രവൃത്തി പാപത്തിന് പരിഹാരമായി ജീവൻ നൽകുക എന്നാണ്. അതിനുശേഷമായി ദൈവസഭയെ സ്ഥാപിക്കേണ്ട ദൗത്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അത് ദൈവിക തൃത്വത്തിന്റെ സമത്വത്തിൽ ഉൾപ്പെടുന്ന ദൈവമാണ്. ദൈവിക പ്രത്യക്ഷമുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഇതേക്കുറിച്ച് ചിന്തിച്ചിരുന്നു. ദൈവം വെച്ചാൽ അതേക്കുറിച്ചൊരു പുസ്തകം എഴുതിക്കൊണ്ടവർ ആഗ്രഹിക്കുന്നു. അത് ദൈവം വെച്ചാൽ അത് പൂർത്തീകരിക്കപ്പെടാൻ പറ്റും. അപ്പോൾ ദൈവിക പ്രത്യക്ഷതയുള്ള ബന്ധത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട മാനവകുലത്തിന് വേണ്ടി പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ചാണ് നമ്മളത് ചിന്തി. ഇവിടെ പറയുകയാണ്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. കഥ പറഞ്ഞു, ഞാൻ പോയ ശേഷമായി
നിങ്ങളെ അനാഥരായി തുറന്നു പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അപ്പോൾ ഇവരോട് പറയും, ഞാൻ പോവുകയാണ്, ഞാൻ പോയാൽ നിങ്ങൾ അനാഥരായി ഇടാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ചിട്ട് പരിശുദ്ധാത്മാവെന്ന ആ വാഗ്ദത്തത്തെ പിതാവിനോട് ചോദിച്ചു വാങ്ങി ഭൂമിയിലേക്ക് അയക്കും എന്ന് കർത്താവ് പറഞ്ഞു. അതേക്കുറിച്ചാണ് നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നത്. പിതാവാം ദൈവത്തോട് ചോദിച്ചു വാങ്ങി ആ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു. അത് മുഖാന്തരമാണ് മർക്കോസിന്റെ മുറിയിൽ ഇരുന്നവർക്ക് അത് വലിയ വലിയ അത്ഭുതമായി മറ്റുള്ളവർക്ക് തോന്നത്തക്കവണ്ണമുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നതിനെ കുറിച്ച് അപ്പോസ്തലരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ ദൈവത്തിന്റെ വലഭാഗത്തേക്ക് ആരോപണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങളി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പകർന്നു വന്നു. അപ്പോസ്തലരുടെ 2-ാം അധ്യായം 33-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറഞ്ഞ കാര്യം, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടത് ഞങ്ങൾക്ക്. എന്ന് ചോദിക്കും, എപ്പോൾ ചോദിക്കും, എന്തിനു ചോദിക്കും എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ പറഞ്ഞത്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. എപ്പോഴാണ് കർത്താവ് ചോദിച്ചത്? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം. എപ്പോഴാണ് ചോദിച്ചത്? അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തേക്ക് ആരോപണം ചെയ്തു. എങ്ങനെയാണ്, എന്ത് ചെയ്ത ശേഷമാണ് അവൻ വലഭാഗത്തേക്ക് ആരോപണം ചെയ്തത്? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 23-ാം വാക്യം. ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ച് അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവന്റെ കല്ലറ ഇന്നുവരെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. എന്നാൽ അവൻ പ്രവാചകനാകിയാൽ ദൈവം അവന്റെ കടുപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവന്റെ ജഡം ദേവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുമ്പ് കൂട്ടി കണ്ട് പ്രസ്താവിച്ചു. ഇത് ദാവീദിനുള്ള നിശ്ചല കൃപകൾ അഥവാ ദാവീദിനുള്ള സ്ഥിരമായിട്ടുള്ള കൃപയെക്കുറിച്ചുള്ള ആ ദൂതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവന്റെ പ്രവാചകനാകിയാൽ അവന്റെ കടിപ്രദേശത്ത് വലത്തുനിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തും. ഇപ്പോൾ എന്നേക്കും അവന്റെ സിംഹാസനത്തിൽ ഇരുത്തുന്നുള്ള ആ കൃപയുടെ നിശ്ചയമായ അടിസ്ഥാനമായിട്ട് മാറിപ്പോകാത്ത ഒരു വാഗ്ദത്തം ദാവീദിന്റെ കൊടുത്ത് ദാവീദ് സന്തതിയായി യേശുക്രിസ്തു വന്നപ്പോൾ അവനാണ് സിംഹാസനത്തിനായവൻ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ യേശുക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. തന്നോടുകൂടെ സത്യം ചെയ്ത് ഉറപ്പിച്ചു അറിഞ്ഞിട്ട് അവന്റെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവന്റെ ജഡം ദ്രവത്വം കണ്ടെന്നുമില്ല എന്ന് എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുമ്പ് കൂട്ടിക്കണ്ട് പ്രസ്താവിച്ച് ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാവും പറയുന്ന. അന്ന് യേശു പറഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായില്ല. യേശു പറഞ്ഞു, ഞാൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. എപ്പോൾ തരും എന്നുള്ളത് അത് വാഗ്ദത്തമാണ്. പക്ഷെ അത് തരണമെങ്കിൽ എന്നാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മളിവിടെ കണ്ടു. എപ്പോഴാണ്? കർത്താവ് പറഞ്ഞ ശേഷമായി, പെസഹ കഴിഞ്ഞ ശേഷമായിട്ട് വെള്ളിയാഴ്ച യേശു മരിക്കുന്നു, ശനി ഞായറാഴ്ച വെളുപ്പിനെ കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നു. അതിനുശേഷം 40 ദിവസം ഭൂമിയിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഈ 40 ദിവസം എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ അതിനു മുമ്പ് പോയിട്ടാ വന്നത് കേട്ടോ. കർത്താവ് അവന്റെ ഉയർത്ത ശേഷമായി സ്വർഗത്തിലേക്ക് പോകാനിടയായി തീർന്നു. അല്ലാതെ യേശുവിന്റെ ആത്മാവിലൂടെ ഇവിടെ കിടക്കുകയൊന്നുമല്ലായിരുന്നു. കർത്താവിന്റെ ആത്മാവ് ഉയർത്തതിനു ശേഷമായി സ്വർഗത്തിലേക്ക് പോയി അവിടുന്ന് 40 ദിവസം എല്ലാവർക്കും പ്രത്യക്ഷമായി. അതിനുശേഷമായി 40-ാം ദിവസം എല്ലാവരും കാണുകയും ഒലിവുമലയിൽ നിന്ന് കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. 50-ാം ദിവസമാണ്, പെന്തക്കോസ്ത് നാളിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചത്. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനാൽ ദൈവസഭ സ്ഥാപിതമായതുകൊണ്ടാണ് ഈ സത്യവിശ്വാസികളെ പെന്തക്കോസ്തുകാർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മളെ പെന്തക്കോസ്തുകാർ എന്ന് പറയുന്നത്? എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. എന്നെ പെന്തക്കോസ്തുകാർ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ അഭിമാനമേ ഉള്ളൂ. കാരണം പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ആ ദൈവം അയക്കാമെന്ന പറഞ്ഞ പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ച് ദൈവസഭ സ്ഥാപിതമാക്കിയതിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 31-ാം വാക്യം. അവൻ ദൈവത്തിന്റെ വലഭാഗത്തേക്ക്, എപ്പോഴാണ് വലഭാഗത്തേക്ക് പോയത്? അവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം പിതാവിന്റെ വലഭാഗത്തിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുമെന്ന് പറഞ്ഞു.
അപ്പോൾ പിതാവിന് അന്ന് പറഞ്ഞതുപോലെ തന്നെ പിതാവിന് വലത്തുഭാഗത്തിരിക്കാനുള്ള ഇതിനു ശേഷമായി ഭൂമിയിൽ വന്ന് 40 ദിവസം നമുക്ക് അന്നത്തെ അവരെ ഉറപ്പിച്ചു. 40 ദിവസം സ്വർഗാരോഹണം ചെയ്ത് 50-ാം ദിവസം പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി ഭൂമിയിലേക്ക് അയച്ചതെന്ന് എന്തിനാണെന്നറിയാമോ? അവനിൽ വിശ്വസിക്കുന്ന അനാഥരായി പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കഥാവ് പറഞ്ഞു, ഞാൻ പോയ ശേഷമായി, അതേക്കുറിച്ചാണ് പിന്നീടുള്ള കഥാവിന്റെ സംഭാഷണം. പരിസ്ഥാനമാനെ കുറിച്ച്, പക്ഷെ പരിസ്ഥാനമാവൻ ദൈവത്തെക്കുറിച്ചാണ്, ദൈവിക തൃത്വമായിരിക്കുന്ന സമത്വത്തിലുള്ള ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തി. അവൻ ദൈവത്തിന്റെ വലഭാഗത്തേക്ക് ആരോപണം ചെയ്തു. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പകർന്നു തന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് പുറമേ ഉള്ളതൊന്നും കാണാനും കേൾക്കാനൊന്നുമില്ല. എന്നാൽ ദൈവസഭ കൂടി വരുമ്പോൾ ചലനമുണ്ടാകും, അവിടെ തുള്ളലുണ്ടാകും. എന്ന് പറഞ്ഞാൽ അന്യഭാഷയിൽ ആരാധന ഉണ്ടാകും. അല്ലാതെ ഇവിടെ പോയി ജീവനില്ലാത്ത മുട്ടകൾ പോലെ ഇരിക്കുകയല്ല. ജീവൻ പ്രാപിച്ചവർ ഇരിക്കുമ്പോൾ അവിടെ ചലനമുണ്ട്, അവിടെ അന്യഭാഷയുണ്ട്, അവിടെ പ്രവചനമുണ്ട്, അവിടെ രോഗശാന്തിയുണ്ട്, ഭൂതശാന്തിയുണ്ട്. അതെല്ലാം നടക്കും. കാണാനും കേൾക്കാനുമുണ്ട്, വചനസൂക്ഷയുണ്ട്, എല്ലാമുണ്ട്. അല്ലാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന കണ്ടിട്ട് പോരുകയല്ല ചെയ്യുന്നത്. എന്നും കണ്ടിട്ട് പോരുന്നവരല്ല ദൈവമക്കൾ കൂടി വരുന്നിടത്ത് ചലനാത്മകമായ പ്രവൃത്തികളുണ്ട്. അന്യഭാഷയിൽ നിറയും, അന്യഭാഷയിൽ സംസാരിക്കും, രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ വിട്ടുപോകും, പാവികൾ മാനസാന്തരപ്പെടും, ദൈവപ്രവൃത്തി ഉണ്ടാകും. കാണുവാനും കേൾക്കുവാനുമുണ്ട്. ദൈവസഭ എന്നുള്ളത് അത് ചലനാത്മകമാണ്, ജീവനുള്ളതാ, ചലിക്കുന്നതാണ്, അത് ചലിപ്പിക്കുന്നതാണ്. ഏത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തത് പ്രവർത്തിച്ചു കഴിയുമ്പോൾ അത് രൂപാന്തരം വരുത്തുന്നതാണ് ദൈവസഭയുടെ ആരാധന, ദൈവമക്കളുടെ കൂടിയവരവ്. അത് ചലനാത്മകമാണ്. നിങ്ങൾ കാണുകയും കേൾക്കുകയും. നിങ്ങൾ വന്നിട്ട് ഈ എരിശിലേം ദേവാലയത്തിൽ വന്ന് അവിടെ പണ്ട് കൈതകായ കണ്ടിട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. അവർ പറയുക, ഇവിടെ വന്നപ്പോൾ ഇവിടെ കാണാനും കേൾക്കാനും ഉണ്ട്. ഇവര് അതിശയിച്ചു പോയി, അത്ഭുതപ്പെട്ടു പോയി. 2-3 പേരെ കൂടിയിട്ടുള്ളെങ്കിലും ദൈവമക്കളുടെ ആരാധന ഭയങ്കര ശബ്ദമാണെന്നൊക്കെയാണ് പറയുക. പക്ഷെ ഞങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ദൈവം തന്നിരിക്കുന്ന ദൈവകൃപ കൊണ്ട് മിണ്ടാതിരിക്കാൻ, മൗനമായിട്ടിരിക്കാൻ പറ്റത്തില്ല. ആരും ഉണ്ടായിരുന്ന പറഞ്ഞാലും അത് ചലിക്കേണ്ട സമയത്ത് ചലിക്കും, അത് പറയേണ്ട സമയത്ത് സംസാരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ദൈവസഭയുടെ ആരാധനയിൽ ശബ്ദമുണ്ട്, ആർപ്പുണ്ട്, സന്തോഷമുണ്ട്, ജയമുണ്ട്, ജയത്തിന്റെ ഘോഷമുണ്ട്. അത് എളിയവരായിരിക്കുന്ന മൺപൊടികളായിരിക്കുന്ന ദൈവമക്കളുടെ മേൽ അഭിഷേകത്തിന് ശക്തി വരുമ്പോൾ അവർക്ക് അടങ്ങിയിരിക്കാൻ, ബുദ്ധിയുടെ പ്രമാണം പിടിച്ചുകൊണ്ട് ഇരിക്കാൻ കഴിയത്തില്ല. അവർ ചലിക്കപ്പെടും. അനുഭവമുള്ളതുകൊണ്ടാണ് പറയുന്നത്. അഭിഷേകത്തിന് അനുഭവമുള്ളത് കൊണ്ടാണ് പറയുന്നത്. അതെ, ഞങ്ങൾ ചലിക്കപ്പെടും, ഞങ്ങൾ ആരാധിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തും. അത് കാണാനും കേൾക്കുവാനും ഉണ്ട്. അത് നിശ്ചയമായിട്ടും ദൈവസഭയ്ക്കകത്ത് നടക്കുന്നതാ. ഇനി ഒച്ചവെക്കാൻ ബുദ്ധിമുട്ടാണ്, കേൾക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ AC ഉണ്ടാക്കിയാണെങ്കിലും അതിൻ്റെ അകത്തിരുന്ന് ആരാധിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തും, ദൈവത്തെ സ്തുതിക്കും. മറ്റുള്ളവർ കേൾക്കാൻ ബുദ്ധിമുട്ടാണ്, പരവചകത്വമാണെങ്കിൽ കുഴപ്പമില്ല, അതാരും കേൾക്കണ്ട. പക്ഷേ അണ്ടർഗ്രൗണ്ടിൽ പോയിരുന്നാലും ആ ദൈവത്തെ ആരാധിക്കും. കാരണം ചലനാത്മകമാണ്. ദൈവകൃപയുടെ ശക്തി വ്യാപിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്ത ദൈവാത്മാവിന്റെ പ്രഭാതമുണ്ടാകും. അത് ദൈവശക്തി ആയതുകൊണ്ട് ആ ശക്തിയിലാണ് ദൈവമക്കൾ ആരാധിക്കുന്നത്. അത് ദൈവത്തിന്റെ കൃപയാണ്. അത് തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ആരാധന വെളിപ്പെട്ടത് മർക്കോസിന്റെ മാളികമുറിയിലാണ്. അതാ കഥ പറഞ്ഞത്, ഞാൻ തരുമെന്ന്. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിന് എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. പരിശുദ്ധാത്മാവ് തന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് കുറച്ചും കൂടെ നമ്മൾ വിശദമായി പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ, സഭയുള്ള ബന്ധത്തിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. എന്നേക്കും കൂടി ഇരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്, എന്നേക്കും ഇരിക്കേണ്ടത്. എന്നാൽ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വന്നിരുന്നു, പക്ഷേ എന്നേക്കും വരുന്നില്ല. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത്, എല്ലാവരിലും അത് സാർവത്രികമായിരുന്നില്ല പരിശുദ്ധാത്മാഭിഷേകം. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടായിരുന്നു. ദാവീദിനെ അഭിഷേകം ചെയ്തു, ശിംശോനെ അഭിഷേകം, ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി പുരോഹിതന്മാരെയും രാജാക്കന്മാരെ അഭിഷേകം ചെയ്തിരുന്നു. അവര് ദൈവത്തിന്റെ അഭിഷേകത്തിലാണ് ശുശ്രൂഷ ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് സാർവത്രികമായിരുന്നില്ല. അത് ലേവ്യ പൗരോഹിത്യത്തിനും യഹൂദ ഗോത്രക്കാർക്കും അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രത്യേക ദൗത്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ദൈവത്തിന് അഭിഷേകം കൊടുത്തതെങ്കിൽ, പുതിയ നിയമത്തിൽ സാർവത്രികമായി ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വിളിച്ചു വരുത്തിയ എല്ലാവർക്കും മുഖപക്ഷം നോക്കാത്ത ദൈവം സകല മനുഷ്യനെ ഒരുപോലെ സ്നേഹിക്കുന്നുകൊണ്ട് എല്ലാ മനുഷ്യർക്കും പ്രാപിച്ചെടുക്കാൻ കഴിയുന്നതാണ് പരിശുദ്ധാത്മാഭിഷേകം. അതിന് കുലം നോക്കുന്നില്ല, ജാതി നോക്കുന്നില്ല, വിദ്യാഭ്യാസം നോക്കുന്നില്ല, നിന്റെ പാണ്ഡിത്യം നോക്കുന്നില്ല. ദൈവം അത് മുഖപക്ഷം നോക്കുന്നില്ല. ഹൃദയങ്ങളെ നോക്കുന്ന ദൈവം, ഹൃദയങ്ങളെ അറിയുന്ന ദൈവം അനുസരിക്കുന്നവരുടെ മേൽ പകരുന്നതാണ് പരിശുദ്ധാത്മാഭിഷേകം. അതാണ് ഇവിടെ പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, ഞാൻ
പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന അഭിഷേകം ഉണ്ടായിരുന്നു. ദാവീദ് പറയുന്നത്, എൻ്റെ ആത്മാവിനെ എന്നെ എടുക്കരുത്, എന്നെ സ്ഥിരമായ ഒരു ആത്മാവിനെ പകരണമേ എന്ന് പറയുവാൻ അവിടെ പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. സ്ഥിരമായ ഒരു അഭിഷേകം. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അഭിഷേകം വിട്ടുപോയി. ദാവീദ് പറയാൻ, നിന്നെ അഭിഷേകം ചെയ്ത അഭിഷേകം എന്നിൽ നിന്ന് വിട്ടുപോകരുത് എന്ന് ദാവീദ് 50-ാം സങ്കീർത്തനത്തിൽ ദൈവത്തോട് യാചിക്കുന്നതിനെ കുറിച്ച് നമുക്ക് 51-ാം സങ്കീർത്തനത്തിൽ യാചിക്കുന്നതിനെ കുറിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. പറയാം, നീ എന്റെ രാജ്യത്വം എടുത്താലും കുഴപ്പമില്ല, ഞാൻ പാപം ചെയ്തു, നിന്റെ ദയയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത് എന്ന് ദാവീദ് പ്രാർത്ഥിപ്പാനിടയായി. അതേ നിയമത്തിൽ പ്രിയപ്പെട്ടവരെ, സാർവത്രികമായ പരിശുദ്ധാത്മാഭിഷേകം നമുക്ക് ദൈവം വാഗ്ദത്തമായി തന്നിരിക്കുമ്പോൾ, ഇന്ന് വരെയും എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെ ഈ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ വ്യവസ്ഥയുണ്ട് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ കൊടുക്കത്തില്ല. അതിന്റെ വ്യവസ്ഥ രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ സ്നാനപ്പെടുന്ന വിശ്വാസസ്നാനം ഏൽക്കുന്നവരുടെ മേലാണ് ദൈവത്തിന്റെ സത്യത്തിന്റെ ആത്മാവിനെ പകരുന്നത്. അതല്ലാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പകരത്തില്ല. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു അഭിഷേകവും വചനാടിസ്ഥാനമുള്ളതല്ല. ഇനി ആരെങ്കിലും ഒരു അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിശ്ചയമായും സ്നാനപ്പെട്ട ദൈവത്തിൽ വരും. നമുക്കറിയാം, കൊർന്നേലിയോസിന്റെ വീട്ടിൽ അവര് അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞിട്ട് എന്തുകൊണ്ടെന്നറിയാമോ? ജാതിയിലായിരിക്കുന്നവരുടെ യഹൂദന്മാരുടെ അന്നത്തെ ആ കാഴ്ചപ്പാടുള്ള ദൈവസഭയുടെ ആൾക്കാർ, പത്രോസ് ഉൾപ്പെടെയുള്ളവർ, അവർക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. അവർ കർത്താവ് പറഞ്ഞിരുന്നു, പരിശുദ്ധാത്മ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവ് വിളിച്ച് ദൂരസ്ഥന്മാരായ ഏവർക്കും എന്നുള്ളത് എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. ദൂരസ്ഥന്മാർ എന്ന് പറഞ്ഞത് ജാതികളായി ദൈവത്തിന് അകന്നുപോയ ദൂരസ്ഥരായിരുന്നു. ഞാൻ നിങ്ങൾ ദൂരസ്ഥന്മാരായിരുന്നു, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൂരസ്ഥന്മാരായിരിക്കുന്ന ഏവർക്കും തന്നെ. അപ്പോൾ അവർക്ക് അവരുടെ മക്കൾക്കും ദൂരസ്ഥന്മാരെ ഏവരെന്നുള്ളത് അന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ജാതികളായിട്ടുള്ളവരെ വിശ്വാസം ചേർക്കാതിരിക്കുമ്പോൾ ദൈവമായ കർത്താവ് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ആ പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ശുശ്രൂഷ നടത്തിയെടുത്തപ്പോൾ ആദ്യം അവരുടെ മേൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, വെള്ളം തടയാൻ ആർക്ക് കഴിയും? ഇവരെ സ്നാനപ്പെടുത്തി ദൈവസഭയോട് ചേർക്കണം എന്ന് പറഞ്ഞു. ദൈവസഭയോട് ചേർക്കാൻ വേണ്ടിയാണ് ദൈവസഭയുടെ സ്നാനശുശ്രൂഷയുള്ളത്. പുതിയ നിയമത്തിൽ സ്നാനം എന്നുള്ളത് ജലത്തിന് അഴുക്ക് കളയുന്നതായിട്ടല്ല, നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷ ആണ് സ്നാനം. അപ്പോൾ നാം തെറ്റായിട്ടുള്ള മനസാക്ഷിയുള്ളവരായിരുന്നു. നമ്മുടെ മനസാക്ഷിയെ മാനസാന്തരപ്പെടുത്തി നല്ലതാക്കി കഴിഞ്ഞപ്പോൾ ദൈവത്തോട് അപേക്ഷിക്കാൻ വേണ്ടിയാണ്, പഴയ മനുഷ്യൻ മരിക്കുന്നതിന് വേണ്ടിയാണ് സ്നാനപ്പെടുന്നത്. പഴയ മനുഷ്യൻ മരിച്ച് പുതിയൊരു മനസാക്ഷിയോടുകൂടി ഒരു പുതിയ സൃഷ്ടിയായി തീരുന്നവരാണ് സ്നാനപ്പെട്ട് അവരിലാണ് പുതിയൊരു ആത്മാവിനെ ദൈവം പകരുന്നത്. കഥ പറഞ്ഞു, പഴയതിൽ ദൈവം പകരത്തില്ല. ആരും പുതിയ കോടിത്തുണിക്കണ്ടം പഴയതിനോട് ചേർത്ത് തിന്നുമാറില്ല, പുതിയ വീഞ്ഞ് പഴയ തുരുത്തിൽ പകരുമാറില്ല എന്ന് യേശു പറഞ്ഞു. കാരണം കഥ പറഞ്ഞു, രണ്ടും കൂടെ കൂട്ടിക്കെട്ടി പോകരുത്, വിട്ടുപോകുന്നെങ്കിൽ മാത്രമേ സത്യമായിട്ടുള്ളത് ഉണ്ടാകത്തുള്ളൂ. ആരെങ്കിലും സത്യാഭിഷേകം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് വേർപെട്ടിരിക്കും. അവരൊരിക്കലും പഴയതുമായിട്ട് ചേർന്ന് നിൽക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ അവര് അഭിഷേകം പ്രാപിച്ചു, അവരെ സ്നാനപ്പെടുത്തി ദൈവസഭയുടെ അംഗങ്ങളാക്കി തീർത്തു. അതുകൊണ്ട് വിശുദ്ധ സഭയുടെ സ്നാനത്തിന് വിലയുണ്ട്, ദൈവസഭയുടെ പരിശുദ്ധാത്മാഭിഷേകത്തിന് വിലയുണ്ട്. ഇതിന് വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും കാര്യം നടക്കുന്നുണ്ടെങ്കിൽ നടത്തിക്കോട്ട്, ഞങ്ങൾക്ക് അതിന് എതിർക്കൊന്നുമില്ല. പക്ഷേ വചനം സത്യമായതുകൊണ്ട് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് പറയട്ടെ, അത് അവർ എന്തെല്ലാം അത്ഭുത അടയാളം നടത്തിയാലും ഈ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളോടും ദൈവത്തിന് യോജിപ്പില്ല. അത് വചനവിരുദ്ധമായതുകൊണ്ട്, നിയമത്തിന് വിരുദ്ധമായതുകൊണ്ട് അംഗീകരിക്കത്തക്കതല്ല, ദൈവം അംഗീകരിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആരിലെങ്കിലും അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വേർപെട്ട ദൈവത്തെ ആരാധിക്കും. അതാണ് ദൈവാത്മാവ് ഇടപെടുമ്പോൾ സംഭവിക്കുന്നത്. അതിനകത്ത് ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് പറഞ്ഞു, എന്നേക്കും ഇരിക്കേണ്ടതിന്. എന്നതിന്റെ അർത്ഥം, ഇവിടെ പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിൽ തന്നിട്ടുണ്ട്, ഒരു കാര്യം നിവർത്തിക്കാൻ വേണ്ടിയാ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തി. അതിനെയാണ് മുൻമഴ എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹ സമ്പൂർത്തീകരണമായിരിക്കുന്ന മുൻമഴയെ ദൈവം തന്നിരിക്കുന്നത് ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിന്റെ മണവാട്ടിയെ ഒരുക്കിയെടുത്ത് തികവിലായിരിക്കുന്ന മണവാട്ടിയുമായി, അതായത് സർവസൃഷ്ടിയുടെയും ആദിഫലമായിരിക്കുന്ന മണവാട്ടി സഭയെ ഒരുക്കിയെടുത്ത് തികവ് പ്രാപിക്കുന്ന നൂറുമേനിയാകുന്ന ദൈവസഭയെ ഒരുക്കിയെടുത്ത് ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയാണ് കഴിഞ്ഞ 2000 വർഷമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുൻമഴയായി ലോകത്തിൽ
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുൻമഴ പെയ്തിറങ്ങിയത് മുതൽ ലോകത്തിന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അനേക കോടിക്കണക്കിന് ആൾക്കാർ കാലാകാലങ്ങളിലായിട്ട് ദൈവം സ്ഥിരമായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നതുകൊണ്ട് അതിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നും ഈ രാത്രിയിലും ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. അത് രക്ഷിക്കപ്പെടുന്നു, ദൈവസഭയോട് ചേരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവസഭയോട് ചേർന്നാൽ സാത്താന്റെ പക്ഷത്ത് ഒരാൾ മാറി ദൈവസഭ വളർച്ച പ്രാപിക്കുക. സാത്താന്റെ ലോകം തകർന്നുകൊണ്ടിരിക്കുക. നമ്മൾ വിചാരിക്കുന്നു സാത്താനാണല്ലോ ഇവിടെ വലുതല്ല. അവന്റെ കീഴിലായിരുന്നു എല്ലാവരും. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണ് കിടക്കുന്നത്. ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവവേദിക്ക് വരുമ്പോൾ ദൈവരാജ്യം വളരുകയാണ്. അവന്റെ കയ്യിൽ നിന്ന് എല്ലാത്തിനും ദൈവം പിടിച്ചു പറിക്കുക. സാത്താനെ അവന്റെ കൊള്ള പകുത്തെടു അവന്റെ വീട് കവർച്ച ചെയ്തു കർത്താവ്. ബലവാനായവൻ വന്ന് അവന്റെ വീട്, ഈ ഭൂമിയായിരുന്ന, ഈ ലോകമായിരുന്ന അവന്റെ വീടിനെ ദൈവം കവർച്ച ചെയ്തു തന്റെ പുത്രൻ മുഖാന്തരമായി. അവനിലും ബലവാനായിട്ട് വന്നെങ്കിൽ മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ശത്രു സാത്താൻ തടഞ്ഞുകൊണ്ടുപോയ എന്നെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് വ്യാപരിച്ചതുകൊണ്ട് അവന്റെ പിടിയിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു. ഇന്ന് രാത്രിയിൽ വളരെ ശബ്ദം സംസാരിക്കുക. ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചു കഴിയുമ്പോൾ ശത്രു കവർന്നു വെച്ചിരിക്കുന്ന, പിടിച്ചു വെച്ചിരിക്കുന്ന, വിടുകയില്ലെന്ന് പറയുന്ന, വാദിക്കുന്ന ചില കുടുംബങ്ങളെ, വ്യക്തികളെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിച്ചു കഴിയുമ്പോൾ അവൻ വിട്ടുവരുമെന്ന്. കാരണം അവനിലും ബലവാനായവനാണ് എൻ്റെ യേശു. അവന്റെ നാമത്തിന് മുമ്പിൽ മുട്ടുമടക്കാത്തൊരു ശക്തിയുമില്ല, ഒരു പാരമ്പര്യ ശക്തിയുമില്ല, ഒരു പാപത്തിന് ശക്തിയുമില്ല, ഒരു പൈശാചിക, ഒരു മന്ദശക്തിയുമില്ല. ഒന്നിനും യേശുവിന്റെ നാമത്തിന് മുമ്പ് നിൽക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിലും ക്രിസ്തു യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിച്ചു കഴിയുമ്പോൾ ശത്രു പിടിച്ചു വെച്ചിരിക്കുന്ന തലമുറകൾ വെളിയിൽ വരുമെന്ന്, ജീവിതങ്ങൾ വെളിയിൽ വരുമെന്ന് കർത്താവിന്റെ വചനം. ദേവത പറഞ്ഞത് അവന്റെ വീട് കവർന്ന് ഓരോ ദിവസം ചെല്ലും തോറും അവന്റെ കയ്യിലായിരിക്കുന്നവരെ ജീവിച്ചുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിക്കുമ്പോൾ പാപത്തിലാ ജനിക്കുന്നത്, സാത്താനിക അടിമത്തത്തിലാ ജനിച്ചു വീഴുന്ന. വളർന്നു കഴിയുമ്പോൾ സാത്താനിക ലോകത്തിന്റെ അംഗമായിത്തീരുക. എന്നാൽ സുവിശേഷത്തിന്റെ ശക്തി മുഖാന്തരമായി അവന്റെ രാജ്യത്തുനിന്ന് ജീവിതങ്ങളെ അളർത്തിയെടുത്ത് മാറ്റിയെടുക്കുന്ന ദൈവപ്രവൃത്തി പരിശുദ്ധമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മാറ്റിയെടുക്കുന്നവരെ വെറുതെ ഒരു മാറ്റത്തിന് വേണ്ടി അല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. തികവാകുന്ന ദൈവസഭയെ പണിതെടുത്ത് ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരുത്താനുള്ള വാക്തത്വമാ ദൈവമക്കൾ തന്നിരിക്കും. അതുകൊണ്ട് ആ കാഴ്ചപ്പാട് കിട്ടിയത് കൊണ്ടാണ് ബാക്കിയുള്ളതെല്ലാം ലോകത്തെ ചവറന്നെണ്ണി ഇതിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചത്. പൗലോസ് ചോദിച്ചേ, പൗലോസ് പറയും, റോമൻ പൗരത്വം എനിക്ക് വേണ്ട. ഞാൻ യഹൂദൻ എന്നുള്ള ആ വലിയ അന്നത്തെ സ്ഥാനമാനങ്ങൾക്ക് ആവശ്യമില്ല. അതിനെല്ലാം ചവറന്നെണ്ണി യേശുവിന്റെ പിന്നാലെ വരുവാൻ കാരണമാറ്റുന്നത് ദൈവം ഒരുക്കുന്ന നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിച്ചപ്പോൾ അതിനെ ചവർന്നെണ്ണുവാനിടയാത്തത്. അന്ന് രാത്രിയിലും ഈ ലോകത്തിന്റെ സ്ഥാനമാനങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊട്ടോ ഇതെല്ലാം താൽക്കാലികമാ. പൗലോസ് ദൈവിക ദർശനം കണ്ടപ്പോൾ അതെല്ലാം വിട്ട് അവൻ ഇറങ്ങിത്തിരിച്ചതുപോലെ ദൈവത്തിന്റെ കൃപയാൽ ഇറങ്ങിത്തിരിച്ചവർക്കായി രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർക്കൊന്നും ഈ ലോകത്തിന്റെ സ്ഥാനമാനങ്ങളായിരുന്നില്ല ആവശ്യമായിരുന്നത്. അവരൊക്കെ അതിൽ നിന്ന് വെളിയിൽ വന്നതിന് കാരണം ഈ ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥാനം കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടത്, ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ വീണ്ടും ചേർത്തുകൊള്ളുമെന്ന്. എന്തിനു വേണ്ടിയാണെന്നുള്ള തുറന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതേക്കുറിച്ച് നാം സവിസ്തരമായി ചിന്തിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം. ആ ദൈവത്തിന്റെ ഇഷ്ടം അവനോടുകൂടി നാം ഇരിക്കണമെന്നുള്ളതാണ്. നിശ്ചയമായിട്ടും ശുദ്ധീകരണത്തിന്റെ തികവിലേക്ക് എത്തി കർത്താവിനോട് സദൃശന്മാരാക്കിയവനോടുകൂടി ഇരുത്തുവാനുള്ള ദൈവത്തിന്റെ ഹിതമാണ് പരിശുദ്ധമായ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ആ കാര്യസ്ഥൻ ഭൂമിയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിലും നമ്മോട് കൂടി ഇരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായി സ്തോത്രം ചെയ്യാം. നമ്മളെ നേർവഴിക്ക് നടത്തുവാൻ വേണ്ടി ദൈവമായി ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ഈ ലോകത്ത് വരുവാനുള്ളതിലും നിങ്ങൾക്കൊരു നാളും ക്ഷമ കിട്ടുകയില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. കഥ പറഞ്ഞു, എല്ലാ പാവവും ക്ഷമിക്കും, പക്ഷേ പരിശുദ്ധാത്മാവിനോട് നേരെ ചെയ്തു കഴിഞ്ഞാൽ ക്ഷമിക്കത്തില്ല. കാരണം നമ്മളെ നടത്താൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന അഭിഷേകമാണ് പരിശുദ്ധം. നമ്മളെ നേർവഴിക്ക് നയിക്കും. കുഞ്ഞെ പോകരുത്, തെറ്റാണെന്നൊക്കെ പറഞ്ഞ് നേർവഴി നടത്തിക്കൊണ്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് മടുത്തിട്ട് പറയും ഇവനെ വേണ്ട എന്ന് പറഞ്ഞാൽ തീർന്നു. രാത്രി പറഞ്ഞ കർത്താവേ, അങ്ങ് ഞങ്ങളെ മടുത്തു പോകരുതേ, ഞങ്ങൾ കുറവുകളുണ്ട്, ഞങ്ങളുടെ കുറ്റങ്ങളുണ്ട് കർത്താവേ. നിന്റെ ആത്മാവിന് വിരുദ്ധമായ പല കാര്യങ്ങളും ഉണ്ടെങ്കിലും ദൈവം നമ്മളെ സ്നേഹിച്ച് ദൈവം നമ്മളെ നടത്തുന്നത് ദൈവം നമ്മളോട് കാണിക്കുന്ന കൃപയാണ്, കൃപയാണ്. എന്നാൽ കൃപയ്ക്കതീതമായി പോയാൽ, പാപം ചെയ്താൽ, ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി നാം മനഃപൂർവ്വമായി പാപം ചെയ്താൽ ദൈവം നമ്മളെ ഉപേക്ഷിച്ച് കളയും. അതിന് ദൈവത്തിന് യാതൊരുവിധമായ മുഖപക്ഷവുമില്ല.
ദൈവം രക്ഷിക്കുന്ന പോലെ തന്നെ പാപം ചെയ്യുന്നവരെ ദൈവം അവന്റെ പേര് മായ്ച്ചു കളയും. കർത്താവ് പറഞ്ഞു, എന്നോട് പാപം ചെയ്യുന്നൊരു പേര് ഞാൻ മായ്ച്ചു കളയും. ജീവപുസ്തകത്തിൽ പേരെഴുതുവാനും മായ്ക്കുവാനുമുള്ള അധികാരമുണ്ട്. അപ്പോസ്തലൻ ശുശ്രൂഷ ചെയ്ത യൂദാ തെറ്റിപ്പോയപ്പോൾ അവന്റെ അപ്പോസ്തല സ്ഥാനം പോയി, ഒരു ശുശ്രൂഷയുടെ സ്ഥാനം പോയി, അവന് നഷ്ടപ്പെട്ടു പോയി. യേശുവിനോട് നടന്നതല്ലേ, അവന് അത് ചെയ്തതല്ല, എന്തെല്ലാം ശുശ്രൂഷ ചെയ്തെല്ലാം പോയി. അതുകൊണ്ട് ഭയഭക്തിയോടെ ജീവിക്കുന്നത് പറഞ്ഞത്, ഭയത്തോടെ വിശുദ്ധിയെ തികച്ച് നാം കർത്താവിന് അവനോട് ഒരുക്കപ്പെടുവാഴുന്നത്. ഇങ്ങനെ വിശുദ്ധിയെ തേക്കുന്ന ദൈവഭയത്തിലാണ്. ദൈവഭയം നമ്മൾ ഉണ്ടാകണം. നമുക്ക് ആവശ്യമായ ദൈവം ഒരുക്കിയിരിക്കുന്നത് നൽകാൻ വേണ്ടിയാ. ദൈവഭയം നമ്മൾ വിട്ടുമാറാതിരിക്കുവാൻ, നമ്മുടെ തലമുറകൾ വിട്ടുമാറാതിരിക്കുവാൻ, ദൈവത്തെ അക്ഷയമായി സ്നേഹിപ്പാൻ ദിവസങ്ങളിൽ ദൈവാത്മാവ് നമ്മുടെ മേൽ ഇടപെടട്ടെ. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹിതപ്രകാരം ആത്മീയ നിയന്ത്രണത്തിൽ ജീവിക്കാനുള്ള ഒരു വാഞ്ചയോടുകൂടി പരിശുദ്ധമായി വിധേയപ്പെട്ട് വേണം നാം ജീവിക്കാൻ. അതുകൊണ്ടാണ് നാം പ്രാർത്ഥിച്ച എല്ലാ സ്ഥലങ്ങളിലും പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, എന്താണ് വിശുദ്ധ ജീവിതം എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. വളരെ വേഗത്തിൽ പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പ്രാർത്ഥനയോട് വേണം ഏത് കാര്യവും ചെയ്യുവാൻ. പ്രാർത്ഥിക്കാതെ ഒരു കാര്യവും ചെയ്യരുത്. പ്രാർത്ഥിച്ച് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യത്തിനും ദൈവമക്കൾ ചെയ്യാൻ പാടില്ല. നാം എന്ത് തിന്നാലും എന്ത് കുടിച്ചാലും എന്ത് ചെയ്താലും അതെല്ലാം പ്രാർത്ഥനയിൽ ദൈവസനിൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിപ്പാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതിനാണ് ദൈവം സാന്ത്വനിക്കുന്നത്. പ്രാർത്ഥിപ്പാൻ കഴിയാത്ത ഒരു കാര്യം നാം ചെയ്യരുത്, അതെല്ലാം പാപമാണ്. വിശ്വാസത്തിൽ ഉത്ഭവിക്കാത്ത എല്ലാം പാപമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് നമുക്ക് യാത്ര ചെയ്യാം, നമുക്ക് പോകാം, യാത്ര ചെയ്യാം, ആഹാരം കഴിക്കാം, വിശ്വാസത്തോടെ നമുക്ക് ചായ കുടിക്കാം, അതെല്ലാം ചെയ്യാം. പക്ഷേ പ്രാർത്ഥിച്ച് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളിൽ ദൈവമക്കൾ അബ്സ്റ്റെയിൻ ചെയ്യണം, മാറി നിൽക്കണം. ഇത് പ്രാർത്ഥിക്കാൻ പറ്റാത്ത കാര്യമാണ്, എനിക്ക് ദൈവസനിൽ അറിയിക്കാൻ കഴിയാത്ത കാര്യമാണെങ്കിൽ നാം അത് ചെയ്യാതിരിക്കുന്നതിനെയാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ബൈബിളിലുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത്, വാക്യങ്ങളെല്ലാം എടുത്ത് കാണാൻ പിടിച്ച് തലയെ വെച്ച് പഠിക്കണ്ട. ഇത്രയും ചിന്തിച്ചാൽ മതി. ഞാൻ എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അതെല്ലാം ദൈവം അറിയുന്നത് കൊണ്ട് ദൈവത്തോട് ചോദിച്ചിട്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ. പ്രാർത്ഥനയോടെ ചെയ്യണം. അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്ത, ദൈവസനിൽ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു രഹസ്യങ്ങളും ഇല്ലാത്തതാണ് വിശുദ്ധ ജീവിതം. അതിനെയാണ് വിശുദ്ധന്മാർ എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ, രഹസ്യങ്ങളെ പരിശോധിക്കുന്ന ദൈവം പരിശോധിക്കും. ഇവിടുത്തെ സ്കാനിങ് മെഷീൻ കൊണ്ട്, ഇവിടുത്തെ ആധുനികമായിരിക്കുന്ന പല കാര്യങ്ങൾ കൊണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എത്രമാത്രം കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനുണ്ടോ. ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാ ടെസ്റ്റ് ചെയ്യാനുള്ളത്. രക്തത്തിനകത്തുനിന്ന് എന്തെല്ലാം കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ മനുഷ്യന്റെ കണ്ടുപിടുത്തം കൊണ്ട് ഈ ലോക ജീവിതത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുവാൻ തയ്യാറാണ്. ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഇന്ന് ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേട്ടു. സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാം വളരെ കാര്യമായ കരുതലോടെ ആ ജീവിതത്തെക്കുറിച്ചുള്ള, ഇവിടുത്തെ ആരോഗ്യകരമായ കാര്യങ്ങളെക്കുറിച്ച്, ആശുപത്രിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിച്ച് കേട്ടത്. കാരണം എന്താ, ഈ ലോകത്തിൽ ആരോഗ്യമുള്ള ഒരാൾ ജീവിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധയുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, താൽക്കാലികമായ ജീവിതത്തിന് വേണ്ടി നാം എത്രമാത്രം കരുതുമെങ്കിൽ നിത്യജീവന്റെ ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ അകത്തെ മനുഷ്യന്റെ പൊതുജീവന്റെ ആരോഗ്യത്തിന്, നാം വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരുവാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ നാം എത്രമാത്രം കരുതലോടെ ദൈവവചനം നാം ധ്യാനിക്കണം, കേൾക്കണം, ജീവിക്കണം. ഇവിടുത്തെ ഈ താൽക്കാലിക ജീവിതത്തിന് വേണ്ടി ഞാനും നിങ്ങളും ഏതെല്ലാം ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ വേണം പ്രിയപ്പെട്ടവരെ, വേണം. അതൊക്കെ ആവശ്യമാണ്. ഇവിടെ ജീവിക്കുമ്പോൾ സന്തോഷത്തോടെ നാം ജീവിക്കണം. ആവശ്യമാണ്. ഉള്ള കാര്യങ്ങൾ ചേർന്നിട്ടുണ്ടല്ലോ. വരാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളും ദൈവം തന്നിരിക്കുന്ന മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയ, രോഗത്തിൽ വന്ന് ഭാരപ്പെട്ട് വേദന കൊണ്ട് പൊളയാതിരിക്കുവാൻ വേണ്ടി നേരത്തെ രോഗങ്ങൾ കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതൊക്കെ നല്ലതാണ്, നല്ലതാണ്, നല്ലതാണ്. പക്ഷേ മനുഷ്യന്റെ ആത്മാവിൽ വന്നിരിക്കുന്ന പാപത്തിന്റെ കറകൾ മാറ്റുവാൻ, അതിനെ ദർശിച്ചെടുക്കുവാൻ ഈ യോഗത്തിന്റെ ഒരു കണ്ടുപിടുത്തങ്ങൾ കഴിയത്തില്ല. ഒരൊറ്റ നാമത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. യേശുവിന്റെ നാമത്തിന് മാത്രമേ മനുഷ്യന്റെ പാപത്തിന്റെ കറ മാറ്റി അവനെ ശുദ്ധീകരിക്കാൻ കഴിയത്തുള്ളൂ. ആ ശുദ്ധീകരണമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യം. അത് ശ്രദ്ധിച്ച് കേൾക്കണം. അതിന് നാം നമ്മുടെ ജീവിതത്തിന്റെ പ്രഥമ സ്ഥാനം കൊടുക്കണം. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത് ഒരു ദിവസത്തേക്ക് വേണ്ടിയല്ല, 700, 70, 80 വർഷത്തിന് വേണ്ടിയല്ല. എത്ര പ്രഗത്ഭനായിരിക്കുന്ന ഡോക്ടറും മരിച്ചേ മതിയാകുള്ളൂ. എല്ലാവരും ലോകത്തുനിന്ന് മാറിയേ പറ്റുള്ളൂ. എല്ലാവർക്കും ഒരു അവസാനമുണ്ട്. മരണത്തിന്റെ ദിവസം നിശ്ചയമില്ലെന്നേ ഉള്ളൂ. ഇവിടുന്ന് മാറണം. ഞാൻ പറഞ്ഞല്ലോ, എന്നാൽ മാറിയാൽ നിത്യമായിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് മാറ്റപ്പെടുവാൻ വേണ്ടി വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരണം. അതിനുവേണ്ടിയാ ദൈവത്തിന്റെ വചനം നാം കേൾക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവിൽ നാം ആരാധിക്കുന്നത്, ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്ന. കർത്താവേ, നിന്റെ വരവെങ്കിൽ എന്നെ ഓർക്കണമേ.
എന്നെ കൈവിടരുതേ, എൻ്റെ കുടുംബത്തോട് കണ്ണു തോന്നണമേ. മാതാപിതാക്കളെ നമ്മുടെ മക്കൾക്ക് ചെയ്യുവാൻ വേണ്ടി ചെയ്യാൻ ഏറ്റവും വലിയ കാര്യം അവരുടെ ജീവിതത്തിന്റെ വിശ്വാസ പ്രമാണത്തെ അവരെ നിൽക്കുവാൻ, ദൈവകൃപയിൽ നിൽക്കുവാൻ, അവർ അഭിഷേകമുള്ളവരായി നിൽക്കുവാൻ, ദൈവസ്നേഹത്തിൽ നിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അവര് ദൈവകൃപയിൽ നിൽക്കുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുക. അതാണ് ഏറ്റവും വലുതായിട്ടുള്ളത്. നമ്മുടെ ആഗ്രഹമായിരിക്കണം, കർത്താവേ, നിത്യതയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങയോട് കൂടെ വാഴുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. രാത്രി ഞാൻ സന്ദേശം അവസാനിപ്പിക്കാൻ പോവുകയാണ്. തന്റെ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചത് നമ്മെ തികവുള്ളവരാക്കി തീർക്കാൻ വേണ്ടിയാണ്. എപ്പോൾ അയച്ചു എന്നുള്ളത് നാം കണ്ടുപിടിയത്. കർത്താവ് അന്നേരം പറഞ്ഞെങ്കിൽ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി. ഇന്ന് നമുക്കത് മനസ്സിലാക്കാൻ കാരണം ദൈവാത്മാവ് വ്യാപരിക്കുന്നതുകൊണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. എന്നിട്ട് എപ്പോഴാണ് നമ്മൾ പിതാവിന്റെ വലത്ത് ഭാഗത്തേക്ക് കരയേറി? എപ്പോഴാണ് പിതാവിന്റെ വലത്ത് ഭാഗത്തേക്ക് കരയേറിയത്? ലോകത്തിൽ സാധാരണ ഒരു മനുഷ്യനെ പോലെ യേശു തന്റെ പിതാവാൻ ദൈവത്തിന്റെ ഏകജാതനായി ജനിച്ചു. ഏകജാതൻ എന്ന് പറഞ്ഞാൽ അവനെ പോലെ ആരും ജനിച്ചിട്ടില്ല. അവൻ ഏകജാതനായി ജനിച്ചു. മരണപുനരുത്ഥാനത്തിൽ അവൻ ആദിജാതനായി ഉയർക്കപ്പെട്ട് പിതാവിന്റെ വലത്ത് ഭാഗത്തേക്ക് കരയേറിപ്പോയി. തന്റെ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ആദിജാതന്മാരുടെ സഭയെ തികവുള്ളതാക്കി കർത്താവിന്റെ മധ്യാകാശം എടുക്കാൻ വേണ്ടിയാ. അതിനുള്ള സമയം തികയുന്നതുകൊണ്ട് 2000 വർഷമായതുകൊണ്ട് നാം ഭാഗ്യമുള്ളവരാ. ഈ കൃപായുഗത്തിൽ ജീവിക്കുന്ന ഞാൻ നിങ്ങൾ ഭാഗ്യമുള്ളവരാ. ജീവിതത്തിന്റെ ഒരുപാട് വേളകളിൽ എന്തിനാ ജീവിക്കുന്ന ചോദ്യം ഒരുപാട് പ്രാവശ്യം ചോദിച്ചു കാണുമായിരിക്കും. എന്താ ഇത്ര കഷ്ടത ചോദിച്ചിട്ടുണ്ടായിരിക്കാം, എന്താ എനിക്ക് ഇത്ര വേദന ചോദിച്ചിട്ടായിരിക്കും. എന്നാൽ ഇന്ന് രാത്രി പറയണം, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ കഷ്ടതയും വേദനയും ഭാരവും ഒക്കെ വന്നത് അവനെ കാണാൻ വേണ്ടിയാ, അവനെ അറിയാൻ വേണ്ടിയാ, അവനോട് കൂടി ചേർന്ന് നിൽക്കാൻ വേണ്ടിയാ ചില കഷ്ടതകളും വേദനകളും കടന്നു വന്നത്. രാത്രി പറയാൻ, ഞാൻ ഭാഗ്യമുള്ളതാ. ഈ തലമുറയിൽ ജീവിക്കുന്നതുകൊണ്ട് ഞാൻ ഭാഗ്യമുള്ളതാ. വക്രതയും കോട്ടമുള്ള തലമുറയുടെ ആദ്യം പരമാർത്ഥ ദൈവ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് കുഞ്ഞാൻ രക്തം കൊണ്ട് എന്നെ ശുദ്ധീകരിച്ച് അവന്റെ മക്കളാക്കി തീർത്ത് ആദിജാതന്മാരുടെ സഭയിലേക്ക് അംഗമാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ വചനം തന്നെ പ്രത്യാശയോടെ നയിക്കുന്ന ദൈവത്തിന്റെ രാത്രിയിൽ സ്തോത്രം ചെയ്യും. എല്ലാ ഹൃദയങ്ങളും ദൈവസേനയിൽ അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഞാനിവിടെ ദൂതന വിരാമം കുടിക്കാൻ പോകുക. തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് നമ്മെ രക്ഷിപ്പാൻ വേണ്ടിയാ, മാനവപാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ മരിച്ചടക്കമുള്ള ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയാ. എന്നാൽ തന്റെ പരിശുദ്ധമാവനെ ഭൂമിയിലേക്ക് അയച്ചത് നാം തികവ് പ്രാപിക്കുന്ന ദൈവസഭയെ ചേർത്തെടുത്ത് പണ്ടത് കർത്താവ് വേണ്ടി ഒരുക്കപ്പെടുവാൻ വേണ്ടി വചനങ്ങളാ. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം വെച്ചാൽ കർത്താവ് ഒരു താമസമെങ്കിൽ വരുന്ന ആഴ്ചയിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. അതുവരെയും ഇരിക്കപ്പെട്ടതെങ്കിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ചേർന്ന് എല്ലാവരോടും നന്ദി പറയുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.